അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു സമൂഹത്തെ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത സ്ഥാനത്തേക്ക് നയിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ കുടുംബ സംഗമ സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും ക്ലാസ്സുകളുമൊക്കെ എന്തിന് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങളുണ്ടാക്കാനോ സമുദായത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്ന വാശി പ്രകടിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളും നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഒരേ ഒരു ലക്ഷ്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടു പോണം. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച മരണം, റബ്ബ് നിശ്ചയിച്ച രീതിയിൽ നമ്മളെയൊക്കെ ഈ ലോകത്ത് നിന്നും തിരിച്ചു കൊണ്ടുപോകും. ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ പരിഗണിച്ചിട്ടാണ് അള്ളാഹു നമ്മളെ മരണപ്പെടുത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾക്കൊക്കെ നിസ്സംശയം പറയാൻ സാധിക്കും, ഒരു കാലത്തും നമ്മളെ മനസ്സ് കണ്ട റബ്ബിന് നമ്മളെ മരണപ്പെടുത്താൻ സാധിക്കുകയില്ല. പണ്ടുള്ള പഴമക്കാരൊക്കെ പറയുന്നത് പോലെ കടലിലെ ഓളത്തിനും
കരളിലെ മോഹത്തിനും ഒടുക്കല്ല. മക്കള് ജനിക്കുമ്പം വിചാരിക്കും മക്കളൊക്കെ ഒരു നിലക്കെത്തുന്നത് വരെ പടച്ചോനെ ആ മക്കളെ വാപ്പയായി ഉമ്മയായിട്ട് നീ ഞങ്ങൾക്ക് ആയുസ് തരണേന്ന്. ഇരിക്കുന്ന പല മാതാപിതാക്കളും ഇപ്പൊ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നതും അതാ, റബ്ബേ എന്റെ മക്കൾ ഒരിക്കലും യത്തീമക്കളാക്കരുതട്ടോ, എന്റെ മക്കളൊക്കെ ഒരു പഠിച്ച് നിലക്കെത്തുന്നത് വരെ, പെൺമക്കളാണെങ്കിൽ അവരെയൊക്കെ കൈപിടിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് വരെ നീ ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ റബ്ബേ എന്ന് യത്തീം മക്കളുടെ മുഖം കാണുമ്പം ഹൃദയം പൊട്ടിയിട്ടാണെങ്കിലും നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി പടച്ചോനോട് ദ്വാരക്കാറുണ്ട്. അങ്ങനെ മക്കളൊക്കെ ഒരു പ്രായമെത്തുമ്പം പിന്നെ റബ്ബിനോട് നമ്മൾ പറയും, പടച്ചോനെ എനിക്കിന്റെ മക്കളെയൊക്കെ ഒന്ന് കല്യാണം കൂടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇളയ മോളെ ഒരുത്തന്റെ കയ്യൊക്കെ പിടിച്ചു കൊടുക്കുന്ന കാലം വരെ അതുകൂടി കിട്ടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു റബ്ബേ എന്ന് പറയും. ഉള്ളതിൽ ഇളയ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് എന്റെ മക്കൾക്കൊക്കെ ഒരു മക്കളുണ്ടായി, പേരക്കുട്ടികളെ, ഇളയോക്കൊരു കുഞ്ഞനെയും കൂടി കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സ്. കടലിലെ ഓളത്തിനും കരളിലെ മോഹത്തിനും ഒടുക്കല്ല. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷം ഒരാളുടെയും സങ്കടങ്ങളോ ഒരാളുടെയും ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങളോ പ്രതീക്ഷകളോ പരിഗണിക്കാതെ അല്ലാഹുത്താല നിശ്ചയിച്ച സമയം, നിശ്ചയിച്ച കോലത്തിൽ നമ്മളെ ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകും. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിലുണ്ടായൊരു മരണവാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. വാപ്പയുടെ പേരിലുള്ള കടം വീട്ടാൻ വേണ്ടി നാട്ടിൽ ചിക്കൻ സ്റ്റാൾ നടത്തിയിരുന്നൊരു ചെറുപ്പക്കാരൻ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി കിടപ്പാടം പോലും പണയപ്പെടുത്തി കിട്ടിയ പണം കൊണ്ടൊരു വിസ സംഘടിപ്പിച്ച് പ്രവാസ ലോകത്തേക്ക് പുറപ്പെട്ടു. 5 വർഷത്തോളം പ്രവാസിയായി വാപ്പയുടെ പേരിലുള്ള പകുതിയിലധികം കടം വീട്ടി നാട്ടിലേക്ക് വിമാനം കയറുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ളത് 5 കൊല്ലത്തെ വിരഹത്തിന്റെ വേദനയുമായി കാത്തിരിക്കുന്ന സ്വന്തം പെണ്ണിനെ ഒന്ന് കണ്ണു നിറയെ കാണണം, ആകെയുള്ള 2 ചെറിയ മക്കളെ, ആൺമക്കളെ ഒന്ന് കാണണം എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വിമാനത്തിൽ കയറി നാട്ടിലെത്തിയത്. കരിപ്പൂര് വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം തൊട്ടടുത്തുള്ള സുഹൃത്തിനോട്, തൊട്ടടുത്തുള്ള സീറ്റിലിരിക്കുന്നവനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? എത്തി എന്ന് അവൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ചെറുപ്പക്കാരൻ സീറ്റിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 138 യാത്രക്കാരും പുറത്തേക്കിറങ്ങി. ഓരോരുത്തരും കയ്യിലുള്ള സാധനങ്ങളുമായി വെപ്രാളപ്പെട്ട് കുടുംബത്തെ സ്വപ്നം കണ്ട് പുറത്തേക്ക് ഓടിക്കതച്ചിറങ്ങുമ്പോ 138 പേരും പുറത്തേക്ക് പോയിട്ടും ആ സീറ്റിൽ ചാരിക്കിടക്കുന്ന ചെറുപ്പക്കാരൻ അനങ്ങുന്നില്ല. ആ ചെറുപ്പക്കാരനെ കാത്ത് പുറത്ത് വൃദ്ധനായൊരു പിതാവുണ്ട്, മാതാവുണ്ട്, 5 കൊല്ലത്തെ പ്രതീക്ഷയിൽ ഭർത്താവിനെ ഒന്ന് കൺകുളിർക്കെ കാണാൻ കാത്തു നിൽക്കുന്നൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. പിന്നെ ആ കുടുംബം കാണുന്നത് ആ ഒരു എയർപോർട്ടിന്റെ ഉള്ളുഭാഗത്താകെ വല്ലാത്തൊരു വെപ്രാളം. അവര് നോക്കിക്കൊണ്ടിരിക്കെ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ നിന്നും സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അകത്തുനിന്ന് പെട്ടിയും പിടിച്ച് കുടുംബക്കാരെ മുഖം നോക്കി പുറത്തേക്ക് വരുന്ന ഓരോ കുടുംബക്കാരെയും ഈ 2 മക്കളും ഭാര്യയും വാപ്പയും ഉമ്മയും മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷെ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകൻ പുറത്തേക്ക് വരാതായപ്പോ വെപ്രാളപ്പെട്ട് വിതുമ്പിക്കരയുന്ന പിതാവിനോട് അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവർമാരും കാര്യം തിരക്കി. ഉദ്യോഗസ്ഥന്മാരോട് കാര്യം വിശദീകരിച്ചപ്പോ ആ എയർപോർട്ട് അധികൃതർ ഈ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ, ICUവിന്റെ മുൻപിൽ
ഒരു സ്ട്രെച്ചറിൽ ജീൻസും കുപ്പായവും ധരിച്ച് ഭംഗിയായി കിടക്കുന്ന അല്പം വയറുള്ള ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മകൻ? ആ സ്ട്രെച്ചറിൽ ചേതനയേറ്റ് കിടക്കുന്ന 5 കൊല്ലത്തെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വാപ്പ ആ മകനെ വാരിലേക്ക് മാറിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ചോദിച്ച ചോദ്യം ഇന്നും അവിടെയുള്ള ഡ്രൈവർമാര് കണ്ണുനീരോടെ പറയും. ആ പിതാവ് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, എന്തിനാ പടച്ചോനെ ഇന്റെ മോനെ കൊണ്ടുപോയത്? മരുന്നുമ്മല് ജീവിക്കുന്ന ഞാനും എന്റെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെ ഇങ്ങിന്റെ പേരക്കുട്ടികളെ എത്തിമാക്കിയത്? എന്തിനാ പടച്ചോനെ ഈ സാധു പെൺകുട്ടീനെങ്ങി വിധവയാക്കിയത്? എന്തിനാ പടച്ചോനെ ഞങ്ങൾ നീ ബാക്കി വെച്ചത്? നിനക്ക് ഞങ്ങളെയും കൂടി കൊണ്ടുപോയി കൂടായിരുന്നോ? ഇന്ന് ഹൃദയം പൊട്ടിക്കരയുന്ന ഒരു വാപ്പയുടെ കണ്ണുനീരിന്റെ മറവിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില ഉലമാക്കൾ പാടിപ്പറഞ്ഞ ഒരു മഹത്തായ വരികളുണ്ട്. വളരെ മനോഹരമായിട്ട് അവരതിങ്ങനെ വിശദീകരിച്ചു ഒരു കവിതയിലൂടെ. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. ആദമിന്റെ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂലോകത്തേക്ക് നിങ്ങൾ വന്നത് കരയുന്നവരായിക്കൊണ്ടാണ്. നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് കരയുന്നവരായിക്കൊണ്ടാണ്. ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും, ഡോക്ടർമാര് വെപ്രാളപ്പെടും. കുടുംബത്തിലെ ഉമ്മമാരൊക്കെ അങ്ങനെ കണ്ണീര് കുടിക്കും. കാരണം ജനിച്ചിട്ട് കുട്ടി ഇതുവരെ മിണ്ടിയിട്ടില്ല. അങ്ങനെ ജനിച്ച കുട്ടി മിണ്ടാതിരിക്കുമ്പോ വെപ്രാളപ്പെട്ട് കണ്ണീരുമായി നടക്കുന്നതിനിടയിൽ ആ കുഞ്ഞങ്ങാനും കരയുമ്പോ ആ കരച്ചിൽ ഒരിക്കലും കൂടി നിൽക്കുന്ന കുടുംബക്കാരെ കണ്ണീരിലാക്കാറില്ല. അവര് ചിരിക്കും, അൽഹംദുലില്ലാ കുട്ടി കരഞ്ഞിട്ടോ. അങ്ങനെ നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ച് കരയിപ്പിച്ചപ്പോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ അന്ന് ചിരിച്ചവരാ. നിന്റെ കരച്ചില് കണ്ട് നിന്റെ കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ നീ ജനിച്ച അന്ന എങ്കിൽ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. ഈ ലോകത്തുള്ള നിന്റെ എല്ലാ അവകാശങ്ങളും നിലച്ചു പോകുന്ന ഒരു ദിനം വരാനുണ്ട്. നീ തുറന്ന നിന്റെ കണ്ണുകൾ പോലും നിനക്കടക്കാൻ പറ്റാത്തൊരു ദിനം, നീ തുറന്നു പോയ നിന്റെ വായകൾ പോലും നിനക്ക് ഒരുമിച്ചടക്കാൻ പറ്റാത്തൊരു ദിനം, നിന്റെ 2 കാലുകൾ നിനക്ക് അടുപ്പിച്ചു വെക്കാൻ പറ്റാത്തൊരു ദിനം, നീ ധരിച്ചിരുന്ന നിന്റെ കുപ്പായത്തിന്റെ കുടുക്കുകൾ പോലും നിനക്ക് അയക്കാൻ പറ്റാത്തൊരു ദിനം, നീ കുളിച്ചിരുന്ന നിന്റെ കുളിക്ക് പകരം നിന്നെ കുടുംബക്കാര് കുളിപ്പിക്കുന്നൊരു ദിനം, നീ വിസർജിച്ചിരുന്ന നിന്റെ വിസർജ്യത്തിന് പകരം നിന്റെ വയറ് അമർത്തി നിന്നെ വിസർജിപ്പിക്കുന്നൊരു ദിനം, ഈ ദുനിയാവിന്റെ സർവ്വ അധികാരങ്ങളും ഉപേക്ഷിച്ച് ഒന്നിന്റെയും അവകാശമില്ലാതെ 3 വള്ളത്തുണിയിലോ 5 വള്ളത്തുണിയിലോ വീട്ടിന്റെ സിറ്റൗട്ടിലോ പോർച്ചിലോ മണിക്കൂറുകൾ കിടന്ന് അവസാനം 6 കാലുള്ള കട്ടിലിലേക്ക് കയറി റബ്ബ് സൃഷ്ടിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ അടിയിലേക്ക് നീ തിരിച്ചു പോകുമ്പോ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നിന്റെ നെഞ്ചൊട്ടിക്കടന്ന പെണ്ണ് നിനക്ക് വേണ്ടി കരയുമ്പോ, നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി പ്രതിബിംബിക്കരയുമ്പോ, നീ ജനിപ്പിച്ച നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഏങ്ങലടിക്കുമ്പോ, നിനക്ക് വേണ്ടി നിന്റെ കുടുംബക്കാര് വിതുമ്പിക്കരയുന്ന അന്ന് അവർക്ക് നടുവിൽ സുരക്ഷിതനായി പുഞ്ചിരിച്ചുകൊണ്ട് വന്ന റബ്ബിന്റെ അരികിലേക്ക് നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅ്മൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിന്റെ യാത്ര നിനക്ക് എളുപ്പമാക്കാൻ പറ്റണം. ആ യാത്ര നിനക്ക് എളുപ്പമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നാളെ റബ്ബിന്റെ 6 അടി മണ്ണിൽ ലോകത്തിന്റെ റബ്ബ് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനായി നീ പടച്ച റബ്ബിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും.
ആ ഒരു മരണം ഏത് സെക്കൻഡും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. കുടുംബക്കാരും ബന്ധുക്കളും ആറടി മണ്ണ് കൊണ്ടുവച്ച് പോരുന്നൊരു ദിനം ഒന്ന് ആലോചിച്ചു നോക്കി മനുഷ്യരെ. നമ്മളെ മരണം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഒന്നും ഉണ്ടാവില്ല. ഈ നടുവണ്ണൂർ പ്രദേശത്തോ വൃശ്ചിയുടെ ചുറ്റുഭാഗത്തോ കുടുംബത്തിലുള്ള നമ്മളാരോ ആണെങ്കിൽ നാളെ നേരം വെളുക്കുമ്പം നാട്ടിലുള്ള സർവ്വ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒരു മെസ്സേജ്, ഇന്നാലിന്ന വീട്ടിലെ ഇന്ന ആള് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഏതോ കല്യാണ വീട്ടിലോ ഈ സദസ്സിലോ ഇരിക്കുന്ന സമയത്ത് ക്യാമറമാൻ എടുത്ത ഒരു ഫോട്ടോ, 5-6 കുടുംബക്കാരുടെയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ അല്പം ക്രോപ്പ് ചെയ്ത് എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അടിയിൽ ഒരു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നടുവണ്ണൂര് താമസിക്കുന്ന ഇന്ന പ്രദേശത്തെ ഇന്ന വ്യക്തി അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി മടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഈ പ്രദേശത്തുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ പ്രചരിക്കും. വിവരമറിയുന്ന ഓരോരുത്തരും നമ്മളെ വീട്ടിലേക്ക് കയറി വരും. നമ്മളെ വീട്ടിന്റെ പല ഭാഗത്തും അവര് താറപ്പായകൾ വലിച്ചു കെട്ടും. ഓരോരുത്തരും അടക്കം പിടിച്ചിട്ട് പറയും, ഇന്നലെ വിർച്യു സ്കൂളിന്റെ അവിടത്തെ പരിപാടിക്ക് ഞങ്ങൾ സംസാരിച്ചതാ, ജമാഅത്ത് നിസ്കരിച്ചപ്പോ എന്റെ തൊട്ടടുത്ത് നിന്നതാ, ഇന്നലെ അടുത്തുനിന്ന് പോകുമ്പോ എന്നോടൊന്ന് മിണ്ടി സലാം പറഞ്ഞു പോയതാ. ഇത്രേ ഉള്ളൂ പടച്ചോനെ മനുഷ്യന്റെ കാര്യം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ വീട്ടിലെ ചില കാരണവന്മാര് മുറ്റത്തിരിക്കുന്ന കുടുംബക്കാരോടും ബന്ധുക്കളോടും ചോദിക്കും, അല്ല നേരത്തോട് നേരാവാൻ തുടങ്ങി, മയ്യത്ത് അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. എന്താ സ്വഭാവം? ഈ കാണുന്ന ശരീരത്തിന്റെ പവറൊക്കെ ജീവനുള്ളപ്പോഴേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ 100 തവണ മിടിക്കുന്ന, ഒരു മിനിറ്റിൽ 100 തവണ മിടിക്കുന്ന ഹൃദയത്തിന്റെ മിടിപ്പിനനുസരിച്ച് ഞരമ്പുകളിലൂടെ കുതിച്ചോടുന്ന രക്തം ആയിരക്കണക്കിന് തുള്ളികൾ കിഡ്നികളാൽ ശുദ്ധീകരിക്കപ്പെട്ട് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ഞരമ്പുകളിലൂടെ കുതിച്ചോടുന്നുണ്ട്. പക്ഷെ ഈ മിടിപ്പ് നിലയ്ക്കുമ്പോ, ജീവൻ ഇല്ലാണ്ടാകുമ്പോ ആ രക്തത്തിന്റെ ഓട്ടം കുറയും, കിഡ്നിയുടെ പ്രവർത്തനം അവതാളത്തിലാകും, ബ്ലഡുകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടാതിരിക്കും. കെട്ടിക്കിടക്കുന്ന ബ്ലഡിന് ഏത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടാൻ പറ്റുന്നു? ആ രക്തം ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മരിച്ച മയ്യത്തിന്റെ 4-ാമത്തെ മണിക്കൂറിൽ മൂക്കുകൂടെ ബ്ലഡ്, വായിലൂടെ ബ്ലഡ്, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ പിൻദ്വാരത്തിലൂടെ ബ്ലഡ്. കാരണം അത്രേ ഉള്ളൂ, ജീവിതത്തിൽ ശരീരത്തിനും ജീവനുണ്ടെങ്കിലും മാത്രമേ വിലയുള്ളൂ. ആ സമയത്ത് ആ ചിലര് വാച്ചിലേക്കൊന്ന് നോക്കിയിട്ട് പറയും, എനിക്കാത്തു വെക്കണ്ട, പെട്ടെന്നൊന്ന് കുളിപ്പിച്ചോളൂ. അകത്തു കൊണ്ടുപോകുന്നവർ വൃത്തിയായി കുളിപ്പിച്ച് 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് വെച്ച് തസ്ബീത്ത് ചൊല്ലിത്തരുന്ന ആ കാലം വരെ മാത്രമേ എന്റെ ഇങ്ങളെ ഓർമ്മ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകൂ, അല്ലേ? ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ച സമയത്ത് എത്ര പേര് പടച്ചോന്റെ നേരെ കൈനീട്ടിയപ്പോ കുടുംബത്തിൽ മരിച്ചോയോലെ മുഖോർമ്മ വന്നു? എത്ര പേർക്ക് ജനിപ്പിച്ച വാപ്പാന്റെ ഉമ്മാന്റെ മുഖോർമ്മ വന്നു? എത്ര ആളുകൾ അപ്രതീക്ഷിതമായ മരണത്തിന്റെ മുൻപിൽ ആ മരണം കണ്ട് പടച്ചോനെ എന്ത് മരണ റബ്ബേ ഇത് എന്ന് ചിന്തിച്ചവര് എത്ര പേര് അവർക്ക് വേണ്ടി ദ്വാരുന്നു? ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ മനസ്സിലെ ഞാനുങ്ങളുള്ളൂ. ഇരിക്കുന്ന ഓരോ മക്കളോടും വാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അവര് പറയും, ഒരു പക്ഷേ വാപ്പന്റെ പേരും പറയും. ഉദാഹരണമായിട്ട് എന്റെ വാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ ആവേശത്തോടെ പറയും അബ്ദുറഹിമാൻ. വീണ്ടും അയാൾ എന്നോട് ചോദിച്ചു, വാപ്പന്റെ പേരോ? വാപ്പന്റെ വാപ്പ പോക്കുട്ടി സാഹിബ്. ശരി, പോക്കുട്ടി സാഹിബിന്റെ വാപ്പാന്റെ പേരോ? എനിക്കറിയൂല. ഈ ഇരിക്കുന്ന എത്ര മക്കൾക്ക് സ്വന്തം വാപ്പന്റെയും വല്യാപ്പന്റെ വാപ്പന്റെയും പേരറിയാം? അതിനർത്ഥം 125 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു മനുഷ്യനെ ഇന്ന് നമുക്കറിയൂല. ഇനിയൊരു 125 കൊല്ലം കൂടി കഴിഞ്ഞ എന്റെ മകൻ അബ്ദുള്ളാക്കൊരു മകനുണ്ടായാൽ ആ മകന്റെ കാലഘട്ടം വരെ എന്നെ ഓർക്കും. അത് കഴിഞ്ഞ എന്നെ ആർക്കും ഓർമ്മയുണ്ടാവൂല. ജീവിച്ചിരിക്കുന്ന 100-100 കൊല്ലത്തെ ആൾക്കാരെ മനസ്സിലെ ഞാനുങ്ങളുള്ളൂ. ഈ കാണുന്ന മനുഷ്യന്മാരെ മാവുകളിലെ നമുക്ക് ദ്വാള്ളൂ. ഈ ഇരിക്കുന്ന ബന്ധുക്കളുടെ ഹൃദയത്തിലെ നമുക്ക് സ്ഥാനമുള്ളൂ. അതേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ തീർച്ചയായും വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ മടക്കപ്പെടും. ആ മടക്കപ്പെടുന്ന യാത്രയിൽ ലോകത്തിന്റെ സൃഷ്ടാവ് നമുക്ക് എന്തൊക്കെ തന്നോ ആ നൽകപ്പെട്ട സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു ഖബറിൽ ചോദിക്കും. അള്ളാഹുവിന്റെ പരലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യപ്പെടും.
ജനിച്ചു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് ജീവിക്കുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തോടെയാണെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ മുഅ്മിനീങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ മരണം നമ്മളെ തേടിയെത്തിയാൽ, ആ മരണം തേടിയെത്തുന്നതിന് ശേഷം നമുക്ക് നൽകപ്പെട്ട സർവ്വ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. ആകാശ ലോകത്തേക്ക് നോക്കി ലോകത്തിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കാണത്, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. സൂര്യൻ ഒരു ചാണ് മുകളിലേക്ക് സൃഷ്ടിക്കപ്പെടും. കത്തിജ്വലിക്കുന്ന അഗ്നിയാൽ മനുഷ്യന്റെ ശരീരം വിയർപ്പിൽ മുങ്ങും. നെറ്ററ്റം കാലറ്റം ഞെരിയാണിയറ്റം മൂക്കറ്റം വരെ വിയർപ്പിൽ കുളിച്ചു നിൽക്കും. വഇദൽ ജന്നത്തു ഉസ്ലിഫത്ത്. ആയിരക്കണക്കിന് മലക്കുകൾ റബ്ബിന്റെ നരകം വലിച്ചു കൊണ്ടുവരപ്പെടും. സ്വർഗം ഹാജരാക്കപ്പെടും. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. ഒരു ഭാഗത്ത് സൃഷ്ടാവും അവന്റെ മലക്കുകളും ഹാജരാക്കപ്പെടും. അന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനോട് പറയുന്നു, ലാ തസൂലു ഖദമാ. ഈ ദുനിയാവിൽ പടച്ച റബ്ബ് നിനക്ക് എന്തൊക്കെ തന്നോ ആ നൽകപ്പെട്ട സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും നീ ചോദ്യം ചെയ്യപ്പെടും മനുഷ്യ. ആരോഗ്യം ക്ഷയിച്ചവനോട് ആരോഗ്യത്തെ കുറിച്ച് റബ്ബ് ചോദിക്കുമെന്നല്ല, സൂക്കേടില്ലാത്തവനോട് സൂക്കേടില്ലാത്തതിനെ പറ്റി പടച്ചോൻ ചോദിക്കും. സൂക്കേടുള്ളവനോട് റബ്ബ് അതിനെപ്പറ്റി ചോദിക്കും. മക്കളുള്ളവരോട് മക്കളെ പറ്റി ചോദിക്കും. മക്കളില്ലായ്മയിൽ ക്ഷമിച്ചവരോട് പടച്ച റബ്ബ് കാരുണ്യത്തോടെ പെരുമാറും. സമ്പത്തുള്ളവനോട് സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചെന്ന് റബ്ബ് ചോദിക്കും. സമ്പത്ത് ചെലവഴിച്ചവനോട് ആ സമ്പത്ത് എവിടെയൊക്കെ നീ ചെലവഴിച്ചെന്ന് ചോദിക്കും. ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നിന്റെ സൃഷ്ടാവിനോട് നിനക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പം സിറാത്ത് എന്ന പാലം കടന്ന് സുരക്ഷിതനായി നിനക്ക് നിന്റെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. നിന്നെ കാത്തിരുന്നു കൊണ്ട് റബ്ബ് നിന്നെ സ്വാഗതം ചെയ്യും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു നിശ്ചയിച്ച ദുനിയാവിൽ കാപട്യത്തിന് കീഴ്പ്പെടാതെ, സിനിമകൾക്ക് കീഴ്പ്പെടാതെ, പരസ്യങ്ങൾക്ക് കീഴ്പ്പെടാതെ, നാടോടുമ്പോൾ നടുവേ ഓടുന്ന ലിബറലുകൾക്ക് കീഴ്പ്പെടാതെ, സ്വന്തം കുടുംബത്തെയും മക്കളെയും സ്വന്തം നാടിനെയും ദീനിനെയും കരിക്കട്ടയെപ്പോലെ തീക്കട്ടയെപ്പോലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി അടരാടി പണിയെടുത്ത മുഅ്മിനേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. നീ സ്വപ്നം കണ്ട സ്വർഗമാണത്, നീ ആഗ്രഹിച്ച സ്വർഗമാണത്, നീ പ്രതീക്ഷിച്ച സ്വർഗമാണത്. അതുകൊണ്ട് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇന്ന് റബ്ബ് സ്വാഗതം ചെയ്യുമ്പോ സുരക്ഷിതനായി നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആ പ്രതീക്ഷയോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടെത്തണം. അത് പടച്ചോന്റെ അടുത്തെത്തിയിട്ട് എങ്ങനെങ്കിലും പറയാമെന്ന് ചിന്തിക്കാൻ പറ്റൂല. കാരണം റബ്ബിന്റെ അരികിൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു സ്വയം കാരണം കണ്ടെത്താൻ സാധിക്കൂല. അതുകൊണ്ട് ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ ബീവി പുഞ്ചിരിയോടെ റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, റസൂലേ, നിങ്ങൾ വിശദീകരിച്ച ഒരു കാര്യത്തിൽ എന്റെ മനസ്സൊന്ന് കൊണ്ടിട്ടുണ്ട്, ഒന്ന് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു, എന്താ ആയിഷ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, റസൂലേ, റബ്ബിന്റെ മഹ്ശറയിൽ ചെല്ലുമ്പോ എല്ലാവരും ജനിച്ച പടിയാണ് എന്ന് നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ വസ്ത്രത്തിന്റെ ഒരു നൂലിയ ബന്ധമില്ലാതെയായിരിക്കും റബ്ബിന്റെ മഹ്ശറയിൽ മനുഷ്യൻ ഒരുമിപ്പിച്ചു കൂട്ടുക. ആയിഷ ബീവിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള ചോദിച്ചു, എന്തേ ആയിഷ, എന്തേ ആയിഷ, നിനക്കത് വിശ്വാസം വന്നില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, റസൂലേ, ആളുകളൊക്കെ നഗ്നരായി നിൽക്കുക അവിടെ, അങ്ങനെ നിന്നാൽ തന്നെ മറ്റുള്ള ആളുകൾ നോക്കുമ്പോ അതൊരു കുറവല്ലേ റസൂലേ? അള്ളാഹുവിന്റെ തിരുദൂതന്റെ കണ്ണു നിറയാൻ തുടങ്ങി. കണ്ണുനീർത്തുള്ളികൾ താടിരോമങ്ങൾക്കുള്ളിലൂടെ ഒഴുകിയുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, ആയിഷ, അന്ന് റബ്ബിന്റെ മഹ്ശറയിൽ നഫ്സി നഫ്സി, ഓരോരുത്തരും സ്വന്തത്തിനു വേണ്ടി ഓടുന്ന ദിനമാണ്.
ഒരു വാപ്പയും മക്കൾക്ക് വേണ്ടി സംസാരിക്കാത്ത ദിനം, ഒരു ഉമ്മയും മക്കളെ തിരിഞ്ഞു നോക്കാത്ത ദിനം, ഒരു മക്കളും മാതാപിതാക്കളെ പരിഗണിക്കാത്ത ദിനം, ഒരു ബന്ധുക്കളും മറ്റു ബന്ധുക്കളെ പരിഗണിക്കാത്ത ദിനം. അന്നായിഷ, ഒരാൾക്ക് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പുണ്ടാവില്ല ആയിഷ. എന്നിട്ടല്ലേ ആയിഷ മറ്റൊരാളെ ശരീരത്തിലേക്ക് നോക്കുക? ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാനുള്ള കെൽപ്പ് അതുണ്ടാവില്ല ആയിഷ. അത്രയും ഭയാനകമായൊരു ദിനത്തിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ തീരുമാനങ്ങൾ അല്ലാഹു തആലയുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മളെ തിരിച്ചുള്ള യാത്രയും നമുക്ക് റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരാജയപ്പെടുന്നതും ഏത് ചോദ്യത്തിലാണെന്നറിയോ? അത് നിസ്കാരത്തിന്റെ വിഷയത്തിലായിക്കൂല. കാരണം 5 വക്ത് നിസ്കരിക്കുന്നതിൽ കൃത്യത പാലിക്കുന്നവരാ ഈ മുഅ്മിനീങ്ങളെല്ലാവരും. നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെടൂല. കാരണം റമളാൻ മാസത്തിൽ ഇതുപോലെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു നാട് നമ്മളെ നാടല്ലാതെ മറ്റൊരു നാടില്ല. കാരണം ആഴ്ചയിൽ പ്രസംഗങ്ങൾ, രാത്രി ഖുർആൻ ക്ലാസുകൾ, അതിൻ്റെ ഇടയിലുള്ള കിസ്സുകൾ, മതപ്രബോധനങ്ങൾ, മതപ്രഭാഷണങ്ങൾ, അതിനേക്കാളേറെ നോമ്പ് തുറപ്പിക്കലുകൾ, നാടൊട്ടുക്കും പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കിറ്റെത്തിക്കൽ. നോമ്പിലും ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടൂല. മറിച്ച് എന്റെ ഉമ്മത്ത് പരാജയപ്പെടുന്നത് ഏത് വിഷയത്തിലായിരിക്കും? വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, വല്ലർഹാം, അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ അവർ പരാജയപ്പെടും. കാരണം 5 വക്ത് നിസ്കരിക്കുന്ന പലരും കുടുംബത്തിൽ പിണങ്ങി ജീവിക്കുന്നുണ്ട്. 5 വക്ത് നിസ്കരിക്കുന്ന പലരും കുടുംബത്തിൽ അലോഗ്യപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അന്യനോടുള്ള പകയും വെറുപ്പും മനസ്സ് കൊണ്ടടക്കുന്നവര്, വിദ്വേഷവും ശത്രുതയും മനസ്സ് കൊണ്ടടക്കുന്നവര്, തരം കിട്ടിയാലും തക്കം കിട്ടിയാലും അത് പ്രയോഗിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവര്. ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, നമ്മളുടെ കുടുംബം അതൊരിക്കലും നമ്മളെ തീരുമാനമല്ല, അത് റബ്ബിന്റെ തീരുമാനമാ. പലരും പറയുന്ന ഒരു വാക്ക് ഇടക്കിടക്ക്, ഞാനൊരു 10 12 പെണ്ണ് കണ്ടിട്ടുണ്ട്, 13ാമത്തതാ ഓളെ കണ്ട് അവിടെ പോയപ്പോ പെട്ട് എന്ന്. അല്ല, റബ്ബ് നിശ്ചയിച്ചതാ നിങ്ങൾ 13 12 കാണണമെന്നും 13ാമത്തെ നിങ്ങൾ കെട്ടണമെന്നും. ഭാര്യമാരോടും കൂടിയാ. ചിലരൊക്കെ പറയും, നിങ്ങൾ ഇഞ്ഞ കാണാൻ വന്ന അന്ന് രാവിലെ വേറൊരാൾ വന്നിരുന്നു ഉള്ളിയേരിന്ന്, അതിനങ്ങാ നിന്നാ മതിയായിരുന്നു എന്ന്. അല്ല, പടച്ചോ നിശ്ചയിച്ചതാ. ജനിക്കുന്നതിന്റെ അന്ന്, ലോകത്തിന്റെ സൃഷ്ടാവ് ജീവൻ കൊടുക്കുന്ന അന്ന് നിങ്ങളുടെ ഉദരങ്ങളിൽ വാരിയലിൽ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ കുടുംബം. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസാ, നിങ്ങളെ വ്യത്യസ്ത കുടുംബത്തിലും വ്യത്യസ്ത നാട്ടിലുമൊക്കെ പടച്ചോൻ ജനിപ്പിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങളാ നാടിന്റെയും കുടുംബത്തിന്റെയും പണത്തിന്റെയും ഒക്കെ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം പണക്കാരന്റെ വാപ്പയും ഒന്നേ ഉള്ളൂ, പാവപ്പെട്ടവനും വാപ്പ ഒന്നേ ഉള്ളൂ. തറവാട്ടുകാരനും ഉമ്മ ഒന്നേ ഉള്ളൂ, തറവാടില്ലാത്തവനും ഉമ്മ ഒന്നേ ഉള്ളൂ. കറുത്തോനും ഉമ്മ ഒന്നേ ഉള്ളൂ, വെളുത്തോനും ഉമ്മ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്നവരെയാ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കണം, നമ്മളെ മക്കൾക്ക് എത്ര എണ്ണം ഉണ്ടാവണം, അതിലെത്ര എണ്ണം നമുക്ക് ജീവിതത്തിൽ കിട്ടണം, എത്ര എണ്ണം നമ്മളെ മുൻപേ മരിച്ചു പോകണം, നമ്മളെ കാരണവരാരാവണം, നമ്മളെ ഭാര്യാപിതാവ് ആരാവണം, നമ്മളെ ഭർത്താവിന്റെ വാപ്പയമ്മയും ആരാവണം, ഇതൊക്കെ റബ്ബിന്റെ തീരുമാന. അതൊന്നും യാദൃച്ഛികല്ല, അതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല. ബ്രോക്കർ കൊണ്ടെത്തുന്നതാണൊക്കെ നമുക്കൊരു കാരണം പറയാ. വാപ്പ പോയി അന്വേഷിച്ചതാ, വാപ്പ മരം വെട്ടാൻ പോയപ്പോ കണ്ടതാ, വാപ്പ ആശുപത്രിയിൽ വെച്ച് കണ്ടതാ, അമ്മ വല്യമ്മാന്റെ കൂടെ ആശുപത്രിയിൽ നിൽക്കുമ്പം കണ്ട് പരിചയപ്പെട്ട് കൊണ്ടുവന്നതാ, അതൊക്കെ ഒരു കാരണം മാത്ര. മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ച റബ്ബ് നിശ്ചയിച്ചതാ നമ്മളെ കുടുംബം. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നതും, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, തീർച്ചയായും റബ്ബ് നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ ഇണകളിൽ നിന്ന്
അള്ളാഹു നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദത, അതിൽ നിന്ന് മക്കളെയും പേരക്കുട്ടികളെയും റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു. അഥവാ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സൃഷ്ടിച്ചൊരു സിസ്റ്റം അല്ല കുടുംബം, അത് റബ്ബ് സൃഷ്ടിച്ചൊരു സിസ്റ്റ, അള്ളാഹു നിശ്ചയിച്ചൊരു സിസ്റ്റ. അതുകൊണ്ട് ആ വിവാഹം കഴിക്കാത്തവൻ ലൈസ മിന്ന, എന്നിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറയാനുള്ള കാരണം, അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, വൈവാഹിക ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നവൻ, കല്യാണം പഴഞ്ചനാണെന്ന് വിശ്വസിക്കുന്നവൻ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടല്ലോ, തോന്നിയ കാലം വരെ അടിച്ചുപൊളിച്ച് ജീവിക്കാം, അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വാദനം വേണമെങ്കിൽ കാണാൻ പോണോഗ്രഫി ഉണ്ട്, ആസ്വദിക്കാൻ വേശ്യാലയങ്ങളുണ്ട്, കണ്ടെത്താൻ ഒരുപാട് അതിരുവിട്ട വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവൻ ലൈസ മിന്നാ, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ലോകത്തിന്റെ റസൂലുള്ള പറയാനുള്ള കാരണവും അതാ. നിക്കാഹാവട്ടെ ജീവിതാവട്ടെ അത് റബ്ബിന്റെ തീരുമാനമാണ്, അത് റബ്ബിന്റെ സമ്മാനമാണ്. ആ റബ്ബ് നമുക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂടെ പറയട്ടെ ഒരു വിഷയം. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ഞാൻ ഖുതുബ പറയുന്ന സ്കൂളിന്റെ മുൻപിലുള്ള പള്ളിയിൽ വന്നു. പ്രസംഗത്തിന് ശേഷം, ഖുതുബയ്ക്ക് ശേഷം അദ്ദേഹം കൈപിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ നിക്കാഹ് നിങ്ങൾ വരുമോ? ഞാൻ ചോദിച്ചു എന്തേ? പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഓൻ കരയാൻ തുടങ്ങി. വീണ്ടും ഞാൻ ചോദിച്ചു എന്താ പറ? ഓൻ ചോദിച്ചു എനിക്ക് പറയാൻ മാത്രം കുടുംബക്കാരില്ല, ജനിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഉമ്മ മരിച്ചു, പിന്നെ എന്നെ ഇക്കാക്കനെയൊക്കെ വാപ്പയാ നോക്കിയത്, വാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അവസാനം കഴിഞ്ഞ കൊറോണ കാലത്ത് വാപ്പയും ഞങ്ങളെ വിട്ടുപോയി, ജ്യേഷ്ഠനും ഞാനും മാത്രമേ ഉള്ളൂ, ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴും കല്യാണം തീരുമാനിച്ചപ്പോഴും ബാക്കിയുള്ള വീട്ടിലും കൂട്ടുകാരെ വീട്ടിലും ഒക്കെ പോകുമ്പോൾ വാപ്പുണ്ടാകും മുറ്റത്ത്, ഉമ്മ ഉണ്ടാകും സിറ്റ് ഔട്ടിൽ ഇറച്ചിയിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ആ സ്റ്റെപ്പുമ്മേല്, വരുന്നവരൊക്കെ ഒന്ന് ക്ഷണിക്കാനും കൈ പിടിക്കാനും മൊയ്ലേവിനെ ഏൽപ്പിക്കാനും പള്ളിക്കാരായിട്ട് സംസാരിക്കാനും ഭക്ഷണം എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കാനും, നെയ്ച്ചോറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭക്ഷണമാണോ എന്ന് ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഏട്ടനും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വരണം, നിങ്ങൾ വന്നാൽ എനിക്കൊരു വലിയ സന്തോഷമാവുന്നു. ഞാൻ ആ നിക്കാഹിന് ചെന്നപ്പോൾ എനിക്ക് വലിയ വേദന തോന്നിയിട്ടുണ്ട്. ഏത് പിയ്യാപ്പിളാരും നിക്കാഹിന്റെ സമയത്ത് അകത്തുനിന്ന് ഇറങ്ങി വരിക ചെയ്യുക അല്ലേ? ഞാനൊക്കെ അങ്ങനെ നിക്കാഹിന് വേണ്ടി ഇരിക്കുമ്പം കാണാം പിയ്യാപ്പിളാര് വളരെ ഇസ്തിരിയിലിട്ട് കോട്ടൊക്കെ ഇട്ട് ഭംഗിയിൽ അകത്തുനിന്ന് 5-6 കുട്ടികളുടെ കൂടെ ചെറുപ്പക്കാരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരും. ക്യാമറമാൻ ഇങ്ങനെ പറയും, തിരിഞ്ഞിക്ക്, അങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്, ഉമ്മാന്റെ മോത്തുക്കോക്ക്, ഉമ്മാന്റെ കൈ പിടിക്ക്, ഉമ്മാന്റെ കാൽമലോക്ക്, ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴേക്ക് എന്നെ 11 മണിക്ക് പറഞ്ഞ നിക്കാഹ് 12:15 ഉണ്ടാവും. അതെന്നൊരു വർക്കത്തില്ലായ്മയാ, സാന്ദർഭികമായിട്ട് പറഞ്ഞതാന്ന് മാത്രം. അവസാനം ഈ ചെറുപ്പക്കാരൻ കയറി ചെല്ലുമ്പോൾ ഓൻ തന്നെയാണുള്ളത് കൈയടിച്ച് സലാം പറയാൻ, ഓൻ തന്നെയാ ഇരുത്താനുള്ളത്, ഓൻ തന്നെയൊക്കെ പറയാനുള്ളത്. അപ്പൊ ഞാനോനോട് ചോദിച്ചു, പെണ്ണിന്റെ വാപ്പ വന്നിട്ടുണ്ട്, എന്നാ പിന്നെ നമ്മൾ ഇരിക്കല്ലേ? ഓൻ ആ തുണിയൊക്കെ ഒന്ന് നന്നാക്കി നേരെ ആക്കിയിട്ട് വെച്ച് ഇങ്ങനെ മതി ഉസ്താദ് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പിന്നെ കയറി ചെന്നിരുന്ന് കൈ പിടിച്ച് സലാം പറഞ്ഞ് തിരിച്ചിറങ്ങി പോരുമ്പോ ഞാൻ മനസ്സുകൊണ്ട് പടച്ചോനോട് പറഞ്ഞു അൽഹംദുലില്ലാ. കാരണം എന്താണെന്നറിയോ? ആയുസ്സുള്ളൊരു വാപ്പനെയും ഇമ്മനെയും തന്നതിന്. ഇപ്പോഴും കയറി ചെല്ലുമ്പോ ഇങ്ങ എവിടെ പോയതാന്ന് ചോദിക്കുന്ന ഒരു വാപ്പനെയും ഇമ്മനെയും തന്നതിന് അൽഹംദുലില്ലാന്ന് ഞാൻ പറഞ്ഞു. എന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ പെങ്ങൾ മുന്നിൽ പോകാൻ പറ്റിയല്ലോ എന്നുള്ളതിന് അൽഹംദുലില്ലാന്ന് ഞാൻ 1000 തവണ പറഞ്ഞു. ഞാൻ അകത്ത് ഡ്രസ്സ് മാറാൻ പോയപ്പോ മുറ്റത്ത് വന്നിരിക്കുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ എന്റെ 2 അനിയന്മാര് ആ കല്യാണപ്പൊരെ കൂടെ പരന്ന് നടക്കുന്നതിന് ഞാൻ അൽഹംദുലില്ലാന്ന് വീണ്ടും പറഞ്ഞു. കാരണം ഭക്ഷണം വിളമ്പുന്നിടത്തിന്റെ 5 അമ്മമാര് ഭക്ഷണത്തിന് വേണ്ടി ഓരോരുത്തരും ഓരോ തിട്ടും കൈമ പിടിച്ചിട്ട് വിളമ്പിക്കൊടുക്കാൻ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ അൽഹംദുലില്ലാന്ന് പറഞ്ഞു. വീട്ടിന്റെ പിന്നാമ്പുറത്ത് അമ്മായിമാര് 15 പേര് തമ്മിൽ കുടുംബക്കാരായിട്ട് സംസാരിച്ച് അവിടെ രസം പിടിക്കുന്നത് കണ്ടപ്പോ ഹൃദയത്തിൽ തൊട്ടിട്ട് ഞാൻ പറഞ്ഞു, റബ്ബേ ഈ തന്ന അനുഗ്രഹങ്ങളിൽ പകരം വെക്കാനില്ലാത്തൊരു അനുഗ്രഹം ഏതാണെന്നറിയോ? ഒരു നല്ല കുടുംബം തന്നതാ റബ്ബേ. ആയുസ്സുള്ള ജീവനുള്ള വാപ്പയും ഉമ്മയും പെങ്ങന്മാരും ആങ്ങളെയും അനിയനും ജീവിതത്തിൽ മൂത്താപ്പാരും എളാപ്പാരും അമ്മായിമാരും ഒക്കെ ആയുസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം, അതാ റബ്ബേ അനുഗ്രഹം എന്ന് ഞാൻ അന്ന് ബോധ്യപ്പെട്ടു. അതില്ലാണ്ടാകുമ്പോഴേ ഞാൻ നിങ്ങളൊക്കെ അതിന്റെ വിലയറിയും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ
ഏതൊരു ഖുതുബക്ക് വേണ്ടി അള്ളാന്റെ ഹബീബ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ മുൻപിലിരിക്കുന്ന സ്വഹാബത്തിന് റസൂലുള്ളാഹി ഓതിക്കൊടുക്കുന്ന ഒരായത്തുണ്ട്. വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി ചെന്നിരിക്കുന്ന പലരും അത് ശ്രദ്ധിക്കാറില്ലെങ്കിലും 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം, ആ വാക്കുകളിലുണ്ട് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. മനുഷ്യരെ, നിങ്ങൾ പടച്ച റബ്ബിന്റെ പരലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പരലോകത്തെ കുറിച്ച് നിങ്ങൾ സംശയിക്കാതെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വൽഅർഹാം, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ മഹ്ശറയിൽ റബ്ബ് തന്ന ഓരോ കുടുംബത്തെ പറ്റിയും റബ്ബ് ചോദിക്കും. ഓരോരുത്തരെ പറ്റിയും പടച്ചോന്റെ അടുത്ത് ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ ഉത്തരം നിനക്ക് നിന്റെ റബ്ബിനോട് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ലാ തസൂലു ഖദമാ, നിന്റെ കാലം നനക്കാൻ പോലും റബ്ബ് നിനക്ക് അവസരം തരില്ല. നിനക്ക് റബ്ബ് മക്കളെ തന്നു. മക്കളില്ലാത്ത 10,000-ങ്ങൾ ലക്ഷങ്ങളുടെ ചികിത്സയുമായി ഓരോ പള്ളികളും കയറിയിറങ്ങി അള്ളാഹുവിന്റെ നേരെ കൈനീട്ടി കരയുമ്പോ രാത്രിയിൽ കരച്ചിലിന്റെ കണ്ണുനീരോടുകൂടി തിരിഞ്ഞും മറഞ്ഞും കിടന്ന് സ്വപ്നം കാണാൻ പോലും ഇല്ലാതെ ഓരോ ഭാര്യാഭർത്താക്കന്മാരും ഹൃദയം പൊട്ടുമ്പോ നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയിലൂടെ പടച്ച റബ്ബ് നിനക്ക് 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ വല്ലർഹാം, നിന്റെ കുടുംബത്തെ നീ സൂക്ഷിച്ചോ, നിന്റെ മക്കളെ നീ സൂക്ഷിച്ചോ. നീ സ്വയം രക്ഷിക്കുന്നതോടൊപ്പം അള്ളാഹു നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ നീ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുമ്പോൾ മാത്രമാണ് നിന്റെ നിസ്കാരത്തിന് പടച്ചോൻ വിലയിട്ട് തുടങ്ങുക. അല്ലാതെ സുബഹിന്റെ സമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് ഇപ്പൊ ഉറക്കൊക്കെ കുറച്ച് കുറവാ എന്ന് ചിന്തിക്കുന്ന മാതാക്കളും പിതാക്കളും എഴുന്നേറ്റൊരു ടോർച്ചും പിടിച്ച് പടച്ച റബ്ബിന്റെ പള്ളിയിലേക്ക് എത്തുമ്പോ 7 മണിക്ക് എഴുന്നേൽക്കാതെ മൂടിപ്പതച്ചുറങ്ങുന്ന ഒരു മകൻ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു മകൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, മാന്യമായ വസ്ത്രം ധരിക്കാതെ ഒരായത്ത് പോലും ഒരു ദിവസം ഓതാതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള 5 വക്ത് നിസ്കാരത്തിൽ ഒരു സൂക്ഷ്മതയും കാണിക്കാത്ത ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. മനുഷ്യരെ, നിങ്ങളെ കുടുംബം നാളെ പരലോകത്ത് നിങ്ങളെ കണ്ണ് നിറയിപ്പിക്കും. നിങ്ങളെ മക്കള് നിങ്ങളെ അപമാനിക്കും. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കണ്ണുനീരിലാക്കും. വലിച്ചെറിയപ്പെടുന്ന നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് നിങ്ങളെ കുടുംബം നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പ്രവാചകരെ, നമസ്കരിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് പറയണം, നോമ്പ് നോൽക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് പറയണം, ഇന്ന് വരെ റബ്ബിൽ പങ്കു ചേർക്കാത്ത അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് പറയണം പ്രവാചകരെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിക്കുന്നവരെ, അല്ലയോ നോമ്പ് നോൽക്കുന്നവരെ, അല്ലയോ ഖുർആൻ ഓതുന്നവരെ, അല്ലയോ നിസ്കാരപ്പടത്തിലിരുന്ന് മക്കൾക്ക് വേണ്ടി ദുആ ഇരക്കുന്ന ഉമ്മമാരെ, മക്കൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നമസ്കരിക്കുന്ന നിസ്കാരപ്പടത്തിന്റെ അരികിൽ നിന്റെ ആൺമക്കൾ ഉണ്ടാവണം, നിന്റെ പെൺമക്കൾ ഉണ്ടാവണം, നിന്റെ മൗമൂമീങ്ങളായി, നിന്റെ ഇമാമായി നിന്റെ പെൺമക്കൾ ഉണ്ടാവണം. നീ ചെന്ന് നിൽക്കുന്ന പള്ളിയുടെ ജമാഅത്തിന്റെ നിന്റെ സഫിന്റെ ഏതെങ്കിലും ഒരോരത്ത് നിന്റെ ആൺമക്കൾ ഉണ്ടാവണം. നീ ഓതുന്ന ഖുർആനിക ആയത്തിന്റെ അപ്പുറത്ത് അത് കേൾക്കുന്ന ഓതുന്ന മക്കൾ ഉണ്ടാവണം. നീ പടച്ച റബ്ബിനെ സ്നേഹിക്കുമ്പോ ആ സ്നേഹം ഒരിക്കലും നശിക്കാതിരിക്കാൻ നിന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന നിന്റെ മക്കൾ ഉണ്ടാവണം. അല്ലെങ്കിൽ അൻഫുസകും, റബ്ബേ ഞാൻ പോകലുണ്ട്, ഞാൻ നിസ്കരിക്കലുണ്ട്, ഞാൻ ഖുർആൻ ഓതലുണ്ട്, ഞാൻ എല്ലാ നല്ല കാര്യം ചെയ്യലുണ്ടെന്ന് പറയുമ്പോ അള്ളാഹു തിരിച്ചു ചോദിക്കും വഅഹ്ലീകും, നിന്റെ കുടുംബം എവിടെ? അള്ള വിശ്വസിച്ചേൽപ്പിച്ച നിന്റെ മക്കൾ എവിടെ? അള്ളാഹു നിനക്ക് അന്നം തന്നത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച, അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച, അള്ളാഹു നിനക്ക് ദുനിയാവിലെ വീട് തന്നത് നിന്റെ മക്കളെയും കൂടി പ്രതീക്ഷിച്ച,
അത് നിന്റെ മക്കൾക്ക് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കളെ നീ മഴ കൊല്ലാതെ സുരക്ഷിതനാക്കിയിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് നീ പണം കൊണ്ട് വിദ്യാഭ്യാസവും വയറു നിറച്ച ഭക്ഷണവും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ മക്കൾക്ക് നീ ദുനിയാവിലെ പല സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ റബ്ബ് നിനക്ക് തരാനുള്ള കാരണം ആ മക്കളെ നീ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് മനുഷ്യരെയും കല്ലുകളെയും അഗ്നിയായി കത്തിക്കുന്ന ആ അള്ളാഹുവിന്റെ നരകത്തിയിൽ നിന്ന് നിന്റെ മക്കളെ നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ നീ അപമാനിക്കപ്പെടും, നീ ചോദ്യത്തിന് ഉത്തരമില്ലാതെ വെപ്രാളപ്പെടും, നിന്റെ പണം അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും, നിന്റെ വീട്, നിന്റെ തറവാട്, നിന്റെ കുടുംബം, എന്തിനേറെ നിന്റെ കെട്ടിയ പെണ്ണാണെന്ന് പോലും അള്ളാന്റെ മുൻപിൽ ഏറെ അപമാനിക്കപ്പെടും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ എന്ത് കോലത്തിൽ ആ പടച്ചോന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുക. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു പരാതി പറഞ്ഞു. അബ്ദു ഖലീഫയാ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉമറേ, എന്റെ മകൻ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല, ഒരനുസരണ എന്റെ കുട്ടിക്കില്ല, ഒരു നിസ്കാരം, ഏതെങ്കിലും ഒരു നല്ല കാര്യം, ഇതൊന്നും ചെയ്യുന്നില്ല ഉമറേ, വലിയ തർക്കുത്തരവുക. ആ തർക്കുത്തരവും മടിയുമുള്ള എന്റെ മകനെ നിങ്ങളൊന്ന് ഉപദേശിക്കണട്ടോ ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, മോനെ, വാപ്പാക്ക് ഇങ്ങനെയൊക്കെ ഒരു പരാതി ഉണ്ട്. ആ കുട്ടി ചോദിച്ചു, പറ ഉമർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഒരു മകന്റെ ഏറ്റവും നല്ല സ്വഭാവം ഇതൊക്കെയാ. തന്റെ മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ തൃപ്തിപ്പെടുത്തുക, അവരോട് ഏറ്റവും മനോഹരമായ സ്വഭാവത്തോടെ പെരുമാറുക. അതുകൊണ്ട് ഒരിക്കലും നിന്റെ മാതാവിനെ, പിതാവിനെ ഈ അനുസരണക്കോടോടുകൂടി അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടാവരുത് കേട്ടോ. ഇത് കേട്ട ചെറുപ്പക്കാരൻ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നടന്നു. 2 അടി നടന്ന ആ ചെറുപ്പക്കാരൻ കുട്ടി തിരിഞ്ഞൊന്ന് ചോദിച്ചു, സയ്യിദുന, എനിക്കൊരു ചോദ്യങ്ങളോട് തിരിച്ചു ചോദിക്കാനുണ്ട്. സഹാബാക്കളൊക്കെ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. കാരണം ഉമറിന്റെ നേരെ തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് സഹാബത്തിന് അവർക്ക് ഭയായിരുന്നു എന്നാ. കാരണം ഇസ്ലാമിന് നരക്കാത്തൊരു കാര്യം കണ്ട ഉമർ അപ്പ പ്രതികരിക്കും, ചെയ്യും, ചെയ്യേണ്ടത് സയ്യിദുന ചെയ്യും. അതുകൊണ്ട് ഉമറിനോട് കുട്ടി തിരിച്ചു ചോദിച്ചു, ഉമറേ, ഇത്രയും നേരം എന്നോട് സംസാരിച്ച താങ്കളോട് എനിക്ക് ചില കാര്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് പുഞ്ചിരിയോടെ പറഞ്ഞു, ചോദിച്ചോ. കുട്ടി ചോദിച്ചു, ഉമറേ, ഈ മാതാപിതാക്കളോട് കുട്ടികൾക്കുള്ള ബാധ്യത മാത്രമേ ഇസ്ലാമിലുള്ളൂ? ഈ മാതാപിതാക്കൾക്ക് കുട്ടികളോടൊരു ബാധ്യതയില്ലേ? മക്കളോടൊരു ഉത്തരവാദിത്വം ഉമ്മക്കും ബാപ്പക്കും ഇല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഉണ്ട് മോനെ. എങ്കിൽ പറ ഉമർ, എന്തൊക്കെയാണ് അത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഒന്നാമത്തേത്, ആ കുട്ടികൾക്ക് നല്ലൊരു ഉമ്മയെ കൊടുക്കണം. ആ കുട്ടികൾക്ക് പടച്ചോനെ ഭയപ്പെടുന്ന ഒരു ഉമ്മയെ കൊടുക്കണം. അത് ഉമ്മയാണെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വാപ്പനെ കൊടുക്കണം. കുട്ടി തലങ്ങനാട്ടി വെറുപ്പോടെ. ഉമർ ചോദിച്ചു, എന്തേ? രണ്ടാമത്തത് പറ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, കുട്ടിക്ക് അള്ളാഹുവിന്റെ അരികിൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു പേര് കൊടുക്കണം. അതും പിതാവിന്റെ പേര് ചേർത്തിട്ടായിരിക്കണം. വീണ്ടും കുട്ടി ഇങ്ങനെ തലയാട്ടിയിട്ട് പറഞ്ഞു, പറ സയ്യിദുന, മൂന്നാമത്തത് എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന മാതാപിതാക്കളാവണം. കുട്ടി വെറുപ്പോടെ തലയുയർത്തിയിട്ട് പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ, നിർത്തണേ സയ്യിദുന, നിർത്തിക്കോളൂ. ഉമറേ, ഇനി പറയണ്ട. ഈ പറഞ്ഞ ആദ്യത്തെ 3 എണ്ണത്തിലും നിന്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അറിയണോ ഉമറേ, നിന്റെ ഉമ്മയെ പറ്റിയാണെങ്കിൽ, നിന്റെ വാപ്പയെ പറ്റിയാണെങ്കിൽ കണ്ടു പഠിക്കാൻ പറ്റുന്നൊരു സ്വഭാവം എന്റെ മാതാവിലും പിതാവിലുമില്ല. തമ്മിൽ കുത്തുവാക്കുകളും തമ്മിൽ ശണ്ട കൂടുകയും അടികൂടുകയും ചെയ്യുന്ന രാവും പകലുമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഭക്ഷണത്തിന് പോലും ധൂർത്ത് കാണിച്ചുകൊണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയില്ലാതെ വില കൊടുക്കാത്ത മാതാപിതാക്കളാണ് ഉമറേ. എന്റെ ഉമ്മ ഇന്നുവരെ നല്ലൊരു വാക്കെന്നോട് പറയുന്നതോ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല ഉമറേ. എന്റെ പിതാവ് സമൂഹത്തിൽ വിലയുള്ളവനാണെങ്കിലും എന്റെ മാതാവിന്റെ മുൻപിൽ ഏറ്റവും വിലകെട്ടവൻ എന്റെ വാപ്പയാണ് ഉമറേ. പിന്നെന്റെ പേര് കേൾക്കണോ ഉമറേ?
എന്നിട്ടൊരു പേര് പറയും. അതിന്റെ അറബി അർത്ഥം ഒട്ടകത്തിന്റെ കാഷ്ടം എന്നാണ്. ഇന്ന് നമ്മളെ മക്കളെ പേരെന്താന്ന് ചോദിക്കണേ ഒന്ന് പള്ളിയിൽ ഉസ്താദിനോട് ചോദിച്ചാൽ മതി. പേരിട്ട പലർക്കും മക്കളെ പേരിന്റെ അർത്ഥമൊന്നും അറിയൂല. ഞാൻ കുറ്റം പറയല്ലോ. എവിടുന്നപ്പം കുട്ടിക്ക് ഒരു പേരിട്ടെന്ന് ചോദിക്കും. ഞാൻ നാത്തൂന്റെ ഇളയമന്റെ മൂത്തമ്മന്റെ മോളെ കല്യാണത്തിന് പാലക്കാട് പോയ പാടുള്ള ഒരു കുട്ടീന്റെ പേര് വെറൈറ്റി തോന്നി ഞാൻ കുട്ടിക്ക് ഇട്ടതാണ്. എന്താ ഇപ്പൊ പേരിന്റെ അർത്ഥം? അല്ലാഹു അഅലം. ഏതെങ്കിലും രണ്ട് അക്ഷരങ്ങൾ, ഏതെങ്കിലും രണ്ട് വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കത് പേരായി മാറി. സന ഫാത്തിമ. എന്താ സന? സിന എന്ന് പറഞ്ഞാൽ വേശ്യ, വ്യഭിചാരം. എന്തേ റൗസൽ എന്ന് പറഞ്ഞാൽ ഉണക്കക്കാട്ടം. സ്വന്തം മക്കൾക്കിട്ട പേരിന്റെ അർത്ഥം അറിയുന്ന എത്ര വാപ്പാരുമാർ കൂട്ടത്തിലുണ്ട്. സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചതാ ഞാൻ, കുറ്റം പറയല്ലോ. നമുക്ക് വെറൈറ്റി വേണം. ആരാന്റെ കുടുംബത്തിൽ, ആരാന്റെ മക്കളിൽ ഇതുവരെ കേൾക്കാത്തൊരു പേര്. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, ഇങ്ങനെ ഒരു അറബി പേരുണ്ടോ? ഞാൻ പറയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവരെന്നറിയിക്കും ഇത് പേർഷ്യയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ ഉണ്ടായ ഒരു പേരാ. ഞാൻ പറയും അർത്ഥങ്ങൾ അങ്ങ് നോക്കിക്കളി. സ്വന്തം മക്കളിൽ നിന്നൊരു പേര് പോലും നല്ലോണം. കാരണം എന്താ? ഈ മക്കളെയൊക്കെ പരലോകത്ത് പടച്ചം പരിചയപ്പെടുത്തുക വാപ്പാന്റെ പേര് പറഞ്ഞിട്ടാ. ഇപ്പൊ ഇന്ന അള്ള പരിചയപ്പെടുത്തുക എങ്ങനെയാണെന്നറിയോ? മലക്കളോട് അൻസാർ ബിൻ അബ്ദുറഹ്മാൻ എന്നാ. അല്ലാണ്ട് അൻസാർ നന്മണ്ടാന്നോ അൻസാർ സുലാഹിന്നോ അല്ല. അൻസാർ ബിൻ അബ്ദുറഹ്മാൻ. വാപ്പാക്ക് വില, വാപ്പന്റെ ഉമ്മൻ അഥവാ ഉമ്മാൻ അവിടെ നിർത്തും, വാപ്പാനെ നിർത്തും, കുടുംബക്കാരെ നിർത്തും. യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതി ഇല്ലതി തുവി. എല്ലാരെയും പടച്ചോൻ അങ്ങനെയാ പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഉമറേ, നിന്റെ വാപ്പട്ട പേരാ ഇത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു. പിന്നെ ഉമറേ, ഇക്കാലം വരെ എന്റെ അനുസരണക്കേടിനെ പറ്റി പരാതി പറയലല്ലാതെ ഒരു നല്ല കാര്യത്തിന് എന്നെ കൂട്ടിക്കൊണ്ടുപോയ ചരിത്രം എന്റെ മാതാപിതാക്കൾക്കില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്നോട് ശക്തമായി സംസാരിച്ചൊരു രീതി എന്റെ മാതാപിതാക്കൾക്കില്ല. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ട്യൂഷന് പോകാൻ വടിയെടുക്കും. അതല്ലെങ്കിൽ എന്തു വർത്താനവും പറയും. ഞാൻ ആർക്കാ പൈസ ഉണ്ടാക്കണ്? മാസത്തിൽ 6000 കൊണ്ട് ചടിച്ചത് എന്തിനാ? പുളിങ്കുരു പോലെ എവിടുന്ന കിട്ടുന്നതെന്ന് അറിയണം എനിക്ക്. ട്യൂഷന് പോകാത്തതിനാ ഈ ചൂടായാല്. എന്നാലോ ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിന്, ഒരു ഹൈസക്കിന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീനീ പരിപാടിക്ക് പോകാത്തതിന്റെ പേരില് എന്തേ മോളെ ഈ പോവാത്ത്, എന്തട ഈ പോവാത്ത്, 125 ഉറുപ്യ കൊടുത്ത ബസ്സിൽ എനിക്ക് അവിടെ പോയി അത് കേട്ടു പോന്നൂടായിരുന്നോ എന്ന് ചോദിക്കുന്നില്ലെങ്കിൽ അന്ന് ഉമറിന്റെ മുൻപിൽ ആ കുട്ടി പറഞ്ഞതും നമ്മളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. മക്കളും പൈസയൊക്കെ ദുനിയാവിലെ അലങ്കാരം മാത്രം. അത് ഏത് നിമിഷവും പോവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ. ഇശാ ജമാഅത്തിന് ബാപ്പന്റെ കൂടെ നിസ്കരിച്ച 4 ആൺകുട്ടികള് സുബിഹി ജമാഅത്തിന് പടച്ചോന്റെ അടുത്താ. സങ്കല്പിക്കാൻ പറ്റുമോ? ഒന്ന് പോവുകയായിരിക്കും നമ്മൾ ചൊറിയാ, ഇല്ല 2 എണ്ണം ഇല്ലാണ്ടാകുകയായിരിക്കും, ഇല്ല 3 എണ്ണം പോവുകയായിരിക്കും. ഉള്ള 4 എണ്ണത്തിനെയും പടച്ചോൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിലെ മുതലും പൈസയും ദുനിയാവിലെ പവറും പത്രാസും ഒക്കെ അള്ളാന്റെ ഒരു അലങ്കാരം മാത്ര. അവിടെ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മളെ കുടുംബമാണെങ്കിൽ നമ്മളെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു വളർത്തുന്നതെങ്കിൽ ലോകത്തൊരിക്കലും അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കപ്പെടൂല. കാരണം എന്താണെന്നറിയോ? ചില ആളുകൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടം മക്കൾ എല്ലാ മേഖലയിലും ഉഷാറാവണമെന്ന്. ഞാൻ എൻ്റെ അനുഭവം പറയാറുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് ബാലുശ്ശേരി അക്കാദമി കോളേജിൽ ചെന്ന് അടിയും പിടിയും ബസ്സമരൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ബാപ്പാനോട് ആരോ പറഞ്ഞത്, തിന്നാനും കിട്ടും, മാസത്തിൽ ഒരിക്കലേ നാട്ടിക്ക് വിടുകയും ചെയ്യും, ഇടവണ്ണ കൊണ്ട് ചാക്കിക്കോളൂന്ന്. ആ പറഞ്ഞത് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാൻ മനസ്സുകൊണ്ട് അവനെ കുറെ ചീത്തറിഞ്ഞിരുന്നു. കാരണം അവിടെ ചെന്നാൽ രാവിലെ ഒരു പിടി ഉഷ്ക കിട്ടുക, അനസിന് സ്വലായിക്കറിയാം. ഇപ്പൊ കുറെ മാറ്റം, വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ ചൂടിപ്പായി വിരിച്ചേരും നമ്മൾ കൊണ്ടുവന്നൊരു പുല്ലുംപായി ഉണ്ടാവും. ഒരു റൂമിൽ 42 ആള്. ഏകദേശം ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ ഒരു രസ മൂട്ട കടിച്ചാട പിടിക്കും, കൊതു എടുത്തുകൊണ്ടുപോകാൻ നോക്കും. വെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ ചാലിയാർ പോയെ കൊണ്ട് ചുട്ടു പറയും ആഴ്ചയിൽ ഒരിക്കൽ അലക്കിക്കോളൂന്ന്. ഇപ്പൊ അൽഹംദുലില്ലാ ബെഡുണ്ട്, 6 നേരം ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. കുട്ടികൾ കുറവാന്ന് മാത്രം, പോകാൻ ആളുകൾക്ക് താല്പര്യമല്ല.
അന്ന് 6 കൊല്ലം ഞാൻ അവിടെ പഠിച്ചു, സ്വലാഹി ബിരുദെടുത്തു. 1 കൊല്ലം തഖസ്സുസുൽ ഹദീസിനും പോയി. ആ ഇൽമ മനുഷ്യരെ പടച്ചോൻ തന്ന ഈ കഴിവുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിരുന്നത്. നാളെ മറ്റന്നാൾ ഞാനങ്ങ് മരിച്ചോയാലും എന്റെ വാക്കുകൊണ്ട് ഈ സമൂഹത്തിൽ എവിടെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പക്കുമൊക്കെ അതിന്റെ കൂലി കിട്ടും. ഇനി അവര് മരിച്ചോയിട്ട് ഞാൻ എത്ര കാലം പ്രസംഗിക്കുന്നോ അതിന്റെ കൂലി അവർ കൂടിയും കിട്ടും. ഒരു ബാങ്ക് ഞാൻ കൊടുത്താൽ കിട്ടും, ഒരക്ഷരം ഞാൻ പാരായണം നടത്തിയാൽ കിട്ടും. നാളെ പടച്ചോന്റെ മണ്ണിലേക്ക് അവർ ഇറക്കി വെക്കും. എന്റെ സമാധാനവും അതാ. ഇനി ഞാൻ പഴച്ചു പോയാലും ഓലുണ്ടാളും രക്ഷപ്പെടും. കാരണം പഠിപ്പിച്ച് റബ്ബേ, പിന്നെ ഓൻ പഴച്ചു പോയതാന്ന് പറയാ. നമ്മൾ എന്ത് അറിയും? നമ്മൾ അള്ളാഹുവിനോട് എന്ത് പറയും? എന്താ റബ്ബേ ഞാൻ എൻ്റെ മക്കളെ തൊട്ട് പറയാനുള്ളത് എന്നൊന്ന് കരുതി വെച്ചോളൂ. കാരണം വാപ്പയും ഉമ്മയും ചിലപ്പോൾ നേരത്തെ പോവും, അല്ലെ മക്കൾ നേരത്തെ പോവും. അള്ളാഹിന്റെ ദുനിയാവിൽ അത്രേ ഉള്ളൂ. ആ തിരിച്ചറിവാണ് കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മളെ പര്യാപ്തമാക്കേണ്ടത്. ആ കുടുംബത്തിൽ മക്കളുടെ ദീനീ ചിട്ടകളിൽ ഗൗരവത്തോടെ അവർക്ക് ദീനിന്റെ അറിവുകൾ അറിയിച്ചു കൊടുക്കാൻ, നാളെ പരലോകത്തും ദുനിയാവിലും എനിക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റാൻ. അല്ലേ, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ ബിസലാസിൻ, ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും നിഷ്ഫലമാവും. ഇല്ലാ ബിസലാസിൻ, 3 എണ്ണം അവന് ഖബറിലേക്ക് കിട്ടും. അതിൽ ഒന്ന് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വന്തം മാക്കും വാപ്പാക്കും വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. അതൊരിക്കലും പടച്ചോൻ തള്ളൂലാന്നാ. നാളെ പരലോകത്ത് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ചില വാപ്പാരുമാരും ചോദിക്കും, റബ്ബേ ഞാൻ ഖബറിൽ കുറെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഖബറിൽ എനിക്ക് കുറെ ബേജാറ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പുനർജീവന നാളിൽ, ഈ മഹ്ശറ ദിനത്തിൽ ഇന്ന സ്വർഗത്തിലാക്കിയ റബ്ബേ, അതെന്തുകൊണ്ടാ റബ്ബേ? അള്ളാഹു പറയും, ഔലാദുക്കും, നിന്റെ മക്കളെ കൊണ്ടാ. ഈ ബാക്കിട്ടേച്ച് പോന്ന എന്റെ മക്കൾ എനിക്ക് വേണ്ടി ദുആയിരുന്നു. ഈ ചെയ്ത നല്ല കാര്യങ്ങൾ എന്റെ മക്കൾ പിന്തുടർന്നു. നീ ദീൻ പഠിപ്പിച്ച മക്കൾ ദുനിയാവിൽ അള്ളാന്റെ ദീനുമായിട്ട് ഇടപെട്ടു. ആ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് നിന്റെ പാപങ്ങൾ പലതും പൊറുക്കപ്പെടുകയും നിന്റെ സ്വർഗത്തിന്റെ യാത്ര എളുപ്പമാക്കപ്പെടുകയും ചെയ്തു. നമ്മളിൽ എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇത് കേൾക്കുമ്പം ചില മക്കളെയൊക്കെ ഒരു ധാരണ ഉണ്ട്, മാതാപിതാക്കളെയൊക്കെ ഒരു ധാരണ, ഏത് മക്കൾ പ്രാർത്ഥിച്ചാലും കിട്ടുമോന്ന്. ഇല്ല, വവലദുന്ന് മാത്രമേ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്കത് പറയായിരുന്നു. പക്ഷേ വവലദുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം, നല്ല വാപ്പാന്റെ ഉമ്മാന്റെ നല്ല മക്കളാവണം, അള്ളാഹുവിന്റെ ദീനറിയുന്ന മക്കളാവണം, അള്ളാഹുവിന്റെ ദുനിയാവിനെ പറ്റി ബോധമുള്ള മക്കളാവണം. ദുനിയാവ് പടച്ചോന്റെ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത മക്കളാവണം, കുടുംബാവണം. ഇന്നെന്താ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ? ഒരു ഭാഗത്ത് ലിബറൽ മനോഭാവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ മൃഗത്തിനേക്കാളും അധപ്പതിക്കുന്ന അവസ്ഥയിൽ കാണേണ്ടി വന്നു. അല്ലേ, ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന മുണ്ടുകളും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലുമാണ് ആണത്വം എന്ന് തെറ്റിദ്ധരിക്കുന്ന ലഹരിക്കടിമപ്പെട്ടൊരു തലമുറ ഈ സമൂഹത്തിൽ വളർന്നു വരാൻ തുടങ്ങി. പേനക്കത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കത്തി ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന കലാലയങ്ങൾ, ക്യാമ്പസുകളിൽ പോലും പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ ഗൊരാവോ ചെയ്തും അതല്ലെങ്കിൽ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിലേക്ക് മുഖം പിടിച്ചു താത്തി ക്രൂരമായി പച്ചക്ക് കൊല്ലുന്ന ഖബാലന്മാരുടെ, കലാപകാരികളുടെ നാടായി നമ്മളെ ക്യാമ്പസുകൾ മാറിയില്ലേ? കോമ്പസ് കൊണ്ടും അല്ലാത്ത കത്തികളെ കൊണ്ടും സഹപ്രവർത്തകന്റെ കാലിനിൽ കുത്തി മുറിവേൽപ്പിക്കാനും രക്തം പൊടിഞ്ഞ കാലുകളെ കൊണ്ട് ചുമരുകളിൽ വിപ്ലവത്തിന്റെ പേരുകൾ എഴുതാനും അതിനേക്കാൾ ഏറെ ആണും ആണും പെണ്ണും പെണ്ണും പരസ്യമായി ചുംബനം നടത്തി, അതല്ലെങ്കിൽ ഗേ സെക്സ് ആണ്, ലെസ്ബിയൻ സെക്സ് ആണ് സമൂഹത്തിന്റെ വിപ്ലവമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ലിബറലുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നില്ലേ? എത്രത്തോളം എന്നാൽ 25, 28, 30 വയസ്സുള്ള പെൺമക്കൾക്ക് പോലും ഇന്ന് കല്യാണം വേണ്ട. എന്തേ കാരണം? ഏതോ കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ സിനിമാ നടന്മാരുടെയോ പരസ്യ മോഡലുകളുടെയോ കളിക്കാരുടെയോ അകന്നുപോയ ഡൈവോഴ്സിന്റെ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ മനസ്സുകളിലേക്ക് ഈ ലിബറൽ മനോഭാവികൾ കുത്തിവെച്ചു. വിവാഹം കാലഹരണപ്പെട്ടതാണെന്നും പയഞ്ചനാണെന്നും ബാധ്യതകൾ ഏറ്റെടുക്കരുതെന്നും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ തുറന്നു വെക്കപ്പെട്ട ആകാശത്തിന്റെ മുൻപിൽ പറന്നു ജീവിക്കണമെന്നും
ലിബറലുകൾ പഠിപ്പിച്ചതിന്റെ പേരിൽ പെൺകുട്ടികൾ വിവാഹത്തെ വെറുത്തു. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആണുങ്ങളെ തെരഞ്ഞെടുത്ത് ലിവിംഗ് ടുഗദറുകളും അതിനേക്കാളേറെ ഡേറ്റിംഗും നടത്തി അവസാനം ഏകദേശം 10-20 കൊല്ലങ്ങൾക്ക് മുൻപ് ജാരന്മാരെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിച്ചവരെ കൊണ്ട് അവസാനം അത് ബെസ്റ്റികളായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടം കൺമുൻപിലെത്തിയില്ലേ? പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മംഗലാപുരത്തേക്ക് വിട്ടയച്ച പെൺകുട്ടി പഠിക്കാൻ വേണ്ടി സ്കൂൾ അവധി കൊടുത്തിട്ടും 3 ദിവസത്തിന് ശേഷം കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ ആൺ സുഹൃത്തിന്റെ ആരാൺ സുഹൃത്ത് ജാരൻ, ഇന്നതിന്റെ പരിഷ്കരിച്ച പേരാണ് ബെസ്റ്റി, ആൺ സുഹൃത്തി എന്ന പേരിട്ട് വിളിച്ച ആൺ സുഹൃത്തിന്റെ അവന്റെ ലോഡ്ജിന്റെ റൂമിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അപകടകരമായ പോക്ക ഇന്നത്തെ തലമുറ. അവർക്ക് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുന്ന വിർച്ചി പോലെയുള്ള സ്ഥാപനങ്ങളും അതേപോലെയുള്ള സന്ദർഭങ്ങളും ഈ സമൂഹത്തിൽ പലരുടെയും നോട്ടപ്പുള്ളിയായി അവർ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. ക്യാമ്പസുകളിലേക്ക് കയറി ചെല്ലേണ്ടതിന് പകരം ക്യാമ്പസിന്റെ പിന്നാമ്പുറങ്ങളിൽ കുത്തിവെക്കപ്പെടുന്ന ലഹരിയുടെ മറവിൽ ഓരോ കുട്ടികളും ആസ്വാദനം കണ്ടെത്താൻ തുടങ്ങി. 4 കാലിൽ വീട്ടിലേക്ക് അയഞ്ഞു വരുന്ന മകനും മകന്റെ കൂട്ടുകാർക്കും മുൻപിൽ തന്റെ അല്പം ഇറക്കം കുറഞ്ഞ കഴുത്തിന്റെ കാകം ബ്ലൗസിന്റെയും മാക്സിയുടെയും മുകൾ ഭാഗം ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് മക്കളെ മുൻപിൽ ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യകളായ ഉമ്മമാരുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കാലഘട്ടം നമ്മൾ കൺമുൻപിൽ കണ്ടു. എന്തുകൊണ്ട്? വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് ലിബറലുകൾ കയറി വന്നു. സോഷ്യൽ മീഡിയയിലൂടെ, ടിവികളിലൂടെ, സിനിമകളിലൂടെ അല്ലേ? നമ്മളെ കുട്ടി മദ്രസയെന്ന് പഠിച്ചതെന്താ? വിർച്ചുണ്ട് പഠിച്ചതെന്താ? ഒരിക്കലും നിങ്ങൾ തോന്നിവാസം ചെയ്യരുത് എന്ന്. ശരി, എങ്കിൽ ഈ കലാലയ പ്രണയത്തിന്റെ മറവിൽ ആരെങ്കിലും കുടുംബത്തിന്റെ പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുവരുന്ന പ്രണയത്തിന്റെ ഫെബ്രുവരി 14 വാലന്റൈൻ ഡേയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സുകൾക്കും മനുഷ്യന്റെ മനസ്സിന്റെ ഉൾഗത്തളങ്ങളിലും ലഹരി പിടിപ്പിക്കുന്ന പ്രണയം എന്ന ഭാവം എങ്ങനെയാണ് നമ്മളെ മനസ്സിലെത്തിയത്? ടിവികളിലൂടെയും സിനിമകളിലൂടെയും മൊബൈൽ ഫോണിലുള്ള അവിശുദ്ധമാക്കപ്പെട്ട കാഴ്ചകളിലൂടെയുമല്ലേ? അത് നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് നമ്മളെ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോ മക്കൾക്ക് വേണ്ടി അതിൻ്റെതായ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതിന് പകരം അനുവാദം കൊടുക്കുകയും പിന്തുടരുകയും പിന്താങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. അങ്ങനെ മാറാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? ആദ്യം ഇവർ കത്തിവെച്ചത് മതബോധത്തിലായിരുന്നു. മതമാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്തു നമ്മളെ മക്കളെ മനസ്സിൽ. പർദ്ദ ധരിക്കാൻ പറഞ്ഞ പെൺകുട്ടിയോട് ഉമ്മയുടെ മുഖത്ത് നോക്കി പെൺകുട്ടി ചോദിച്ചു, ഉമ്മ ഈ പർദ്ദ തന്നെ ഉള്ളൂ? ഉടനെ തന്നെ മീഡിയക്കാരൻ ഇറങ്ങി ചാക്കിൻ കെട്ടിൽ കൊണ്ടു നടക്കുന്ന ഇസ്ലാമിന്റെ പുരോഹിതന്മാരുടെ മദ്രസ പട്ടന്മാരുടെ കണ്ടെത്തലുകൾ എന്ന് പർദ്ദ ധരിച്ച മാന്യമായി വസ്ത്രം ധരിച്ച പെണ്ണിനെ മീഡിയകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇന്നോ അങ്ങനെയാണ് ഒരു പെണ്ണ് നടക്കുന്നത്. സമൂഹത്തിന്റെ കാതലെന്നും സമൂഹത്തിന്റെ നന്മയെന്നും ബോധ്യപ്പെട്ടില്ലേ? സ്വന്തം ശരീരത്തിന്റെ മുയച്ചു നിൽക്കുന്ന ഭാഗങ്ങൾ ഏതോ ഒരു പുരുഷന്റെ ശരീരത്തിലേക്ക് കൊരസി അവസാനം ഇടത്തെ കയ്യിൽ ക്യാമറയും പിടിച്ച് ബ്ലോഗേഴ്സ് ആവാനും ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനും ഒരു മനുഷ്യന്റെ ജീവിതം കുരുതി കൊടുത്ത ഒരു പെൺകുട്ടിയുടെ ചരിത്രം അവസാനിക്കുന്നതിന്റെ മുൻപേ കേരള ഗവൺമെന്റ് സമൂഹത്തിന് മുൻപിൽ പ്രഖ്യാപിച്ചു, പെണ്ണുങ്ങൾക്ക് മാത്രമായി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായി സുരക്ഷിതമായി വസ്ത്രം ധരിച്ചും അല്ലാതെയും യാത്ര ചെയ്യാൻ പിങ്ക് KSRTC പോലെ നിർമ്മിക്കപ്പെടുമെന്ന് പറയിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച ഒരു പ്രവാചകൻ അന്ന് പറഞ്ഞു, പെണ്ണ് നീ മാന്യമായി വസ്ത്രം ധരിക്കണം. സമൂഹത്തിന്റെ ഇടയിൽ നിന്റെ കാഴ്ചപ്പാടുകളും കുടുംബത്തെയും നാടിനെയും കരയിപ്പിക്കുന്ന അവസ്ഥയായി മാറാതിരിക്കണമെങ്കിൽ നീ നിന്റെ ശരീരത്തോട്, അന്യപുരുഷരോട്, സമൂഹത്തോട്, നാടിനോട്, നിന്റെ സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന പുരുഷവർഗത്തോട് നീ കാണിക്കുന്ന മര്യാദ അവർക്ക് ആനന്ദമുണ്ടാക്കാത്ത രീതിയിൽ മാന്യമായി വസ്ത്രം ധരിക്കലാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പക്ഷേ അത് ധരിക്കേണ്ടതിന് പകരം നമ്മളെ കുടുംബത്തിലേക്ക് എന്ത് കയറി വന്നു? ലിബറലിസം വന്നു. എന്താ ലിബറലിസം? ഇസ്ലാം പഠിപ്പിച്ചതിന്റെ നേരെ വിപരീതം വന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മൗലവിമാരൊക്കെ കേരളത്തിലുള്ള ആൺകുട്ടികളോട് പറഞ്ഞിരുന്നു, ദേ നിങ്ങളെ വസ്ത്രം നിര്യാണിക്ക് മേലെ പോകണം, താഴെ പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് 100 കൊല്ലം ഇവിടെ പ്രസംഗിച്ചു മൗലവിമാര്. മാറ്റണ്ട്, പക്ഷെ മാറ്റണ്ടായത് പെൺകുട്ടികളിൽ മാത്രമാണ്. ഓല പേന്റാപ്പം നിര്യാണിക്ക് മേലെ ഇടത്തെ കാൽമേൽ ഒരു ചരടും ഉണ്ടാവും. ആ രീതിയിലേക്ക് നമ്മളെ വസ്ത്ര സംവിധാനങ്ങൾ മാറി. ആക്ഷേപിക്കല്ലോ. ഈ സമൂഹത്തിന് മുമ്പിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു പുരുഷനായതുകൊണ്ട്, ആക്ഷേപിക്കപ്പെടാവുന്ന ഒരു പുരുഷനായതുകൊണ്ട് പറയാ,
ഒരു സ്ത്രീയുടെ മാന്യമായ വസ്ത്രധാരണമാണ് പുരുഷന്മാരെ പോലും നന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നത്, അല്ലേ? സദാചാര ബോധമുള്ള പെണ്ണിനെ ബഹുമാനിക്കുന്ന, സ്ത്രീയെ ആദരിക്കുന്ന, സ്ത്രീയുടെ മാനത്തിനും അവളുടെ സൗന്ദര്യത്തിനും വില കൽപ്പിക്കുന്ന ഒരാണ് പെണ്ണിനെ ബഹുമാനിക്കുന്നത് അവളെ മാന്യമായ വസ്ത്രം കണ്ടിട്ടാ, അല്ലാതെ മുഖത്ത് വാരി പറ്റിപ്പിച്ച ഈ പൊട്ടിയിട്ട വെളുപ്പം ചോപ്പിച്ച ചുണ്ട് കണ്ടിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു തങ്ങളെ നോക്കുന്നുണ്ട്, അവൻ പൊട്ടനാ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പെൺമക്കളോടും ആ അമ്മമാരോടും പറഞ്ഞത്, ഫൽ യദ്രിബിന ബിഖുംരിഹിന്ന ലാ യുജൂബിഹിന്ന, നിങ്ങൾ നിങ്ങളുടെ മുഖം മക്കനകൾ നിങ്ങളുടെ മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിടണം, നിങ്ങളുടെ മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിടണം. ഇന്ന് ചിലർക്കൊത്ത് തോന്നി, പടച്ചോൻ ഈ വട്ടമുഖം കാണാനാ മക്കനിടാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇങ്ങനെ വട്ടട്ടിട്ട് കൈത്തുമക്കളുടെ ബേക്ക് കൊണ്ടുപോയി കെട്ടുന്നത് കാണാം. ആക്ഷേപിക്കല്ലോ, മനസ്സുകൊണ്ട് എന്നെ പരാഗയം ചെയ്യരുത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ കണ്ടെത്തുന്ന ആസ്വാദന ലോകത്തേക്ക് നമ്മൾ പറന്നുപോയപ്പോ ഈ സമൂഹത്തിന്റെ ഭദ്രതയും സംസ്കാരവും എവിടെയോ നശിക്കാൻ തുടങ്ങി. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പോലും ഒരു സമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഏറ്റവും നല്ല മാതൃകയോടുകൂടി നിങ്ങൾ സമൂഹത്തെ അനുധാവനം ചെയ്യണമെന്നും, ഒരിക്കലും പുരുഷൻ സ്ത്രീയുടെയോ സ്ത്രീ പുരുഷന്റെയോ വസ്ത്രം ധരിക്കരുതെന്നും ലോകത്തെ പഠിപ്പിച്ച റസൂലിന്റെ ദീർഘവീക്ഷണം പടച്ചോന്റെ വീക്ഷണമാ. അതെന്തുകൊണ്ടാണെന്നറിയോ? ആണിനും പെണ്ണിനും ഇസ്ലാം കൊടുക്കുന്ന വലിയൊരു സ്ഥാനമുണ്ട്. അതൊരിക്കലും ആണിനെ പോലെ വസ്ത്രം ധരിക്കലും ആണിനെ പോലെ പെൻഡുടുക്കലും ആണിനെ പോലെ കുപ്പായം ധരിക്കലുമാണ് സ്ത്രീ സമത്വം എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളുടെ വാക്കുകൾ കേൾക്കരുത്. മറിച്ച് ആണിനേക്കാൾ മേൽപ്പത്തിയിലേക്ക് പൊത്താൻ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും പെണ്ണിന് സാധിക്കും എന്ന് തെളിയിക്കപ്പെട്ട ആയിരക്കണക്കിന് ഉമ്മമാരില്ലേ ഈ സമൂഹത്തിൽ? ഖന്തക്കിന്റെയും ഖൈബറിന്റെയും രണാങ്കണത്തിൽ പാവപ്പെട്ട് വെട്ടുകൊണ്ട സഹാബത്തിന് വെള്ളം കൊടുക്കാൻ കിതച്ചോടിയിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ മുതൽ ലോകത്തിന്റെ പ്രവാചകനെ ഇരുട്ടിന്റെ മറവിലും പകലിന്റെ വെളിച്ചത്തിലും മാറിലേക്ക് ചേർത്ത് പിടിച്ച് ശത്രുക്കൾ കൊറ്റിക്കൊടുക്കാത്ത ഖദീജ ബീവി എന്ന കച്ചവട പ്രമുഖ മുതൽ ഈ ലോകത്തെ സ്ത്രീക്കായ സ്ഥാനവും ബഹുമാനവും അവരുടെ ആദരവും അവരുടെ ജീവിതം കൊണ്ട് നേടിയെടുത്തവരാ. അല്ലാതെ ഒരിക്കലും ഒരു പെണ്ണ് ആണിനെ പോലെ പേന്റുകുപ്പായിട്ടിട്ടല്ല ആദരവ് നേടിയേ. ഈക്വൽ മനോഭാവം വേണമെന്ന ഭാഷയിലല്ല ആദരവ് നേടിയേ. അത് മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കാനാണ് ലിബറലുകൾ പണിയെടുത്തത്. അതുകൊണ്ട് ആദ്യം കൊണ്ടുവന്നു ജെൻഡർ ന്യൂട്രാലിറ്റി. ആണിനും പെണ്ണിനും വ്യത്യാസം വേണ്ട, എല്ലാവരും ഒരേ മാതിരി. ഇവിടെ ഒരാണുണ്ട്, ഇവിടെ ഒരു പെണ്ണ്, ഇവിടെ ഒരു പെണ്ണുണ്ട്, അവിടെ ഒരാണ്, അടുത്തടുത്ത് മടിയിലിരുന്ന് പഠിക്കണം എന്ന സംസ്കാരം വന്നു. ചോദ്യം ചെയ്ത കേരളത്തിലുള്ള മതവിശ്വാസികളെയും കുടുംബസ്നേഹികളെയും ഇവിടെയുള്ള മാധ്യമങ്ങൾ പോലും വേട്ടയാടി, അല്ലേ? തിരുവനന്തപുരത്തൊരു സ്ഥാപനത്തിന്റെ മുൻപിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കാണാൻ പാടില്ലാത്തത് കാണിക്കുന്ന പെൺമക്കളോടും ആൺമക്കളോട് ഒരു വാപ്പ ചോദിച്ചു, മക്കളെ ഇതൊന്നും ശരിയല്ലല്ലോ എന്ന്. പിറ്റേന്ന് ആ ബസ് സ്റ്റോപ്പ് തല്ലിപ്പൊളിച്ച് അവിടെ 3 തൂണ് സ്ഥാപിച്ചിട്ട് കേരളത്തിൽ ഒരു യുവജന പ്രസ്ഥാനം പറഞ്ഞു, നിങ്ങൾ അതിമ പോയി ആണുങ്ങൾ ഇരിക്കുക, ആൺകുട്ടികളുടെ മടിയിൽ പെണ്ണുങ്ങൾ ഇരിക്കുക, കാണട്ടെ നമ്മളുടെ വിപ്ലവം ലോകം. ആ വിപ്ലവമാണ് ശരിയെന്ന് തെറ്റിദ്ധരിക്കുന്ന മക്കൾ നമ്മളെ കുടുംബത്തിലുണ്ടായി. കാരണം അവര് ദീനിന്റെ മഹത്വം പഠിച്ചത് സ്വന്തം കുടുംബത്തിൽ നിന്നല്ല എന്നർത്ഥം. അവർക്കതറിയാൻ പറ്റാതെ പോയി. ഇന്ന് ഞാൻ പറയലുണ്ട്, ചില മദ്രസയിലൊക്കെ മക്കൾ ചേർക്കാൻ വരുമ്പോൾ പറയും, ഉമ്മാരാതേ പറയും വാപ്പാര് ഒരു ഏരക്ക് വിടാൻ കേട്ടോ. മദ്രസ എപ്പോഴാണ് തുടങ്ങുക? 7 മണിക്ക്. എന്തിപ്പോ ഏരക്ക് വിടാൻ? സ്കൂൾക്ക് വണ്ടി വരും. അപ്പൊ പറയും, എന്നാ പിന്നെ മക്കൾക്ക് ഇതൊക്കെ ഇപ്പൊ അറിയിച്ചു കൊടുക്കുക എങ്ങനെയാ? അപ്പൊ ചില ഉമ്മാരൊക്കെ ആവേശത്തോടെ പറയും, ഞാൻ പറഞ്ഞു കൊടുക്കും, ഞമ്മക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് ഉമ്മാരെ വാപ്പാര്, നിങ്ങൾക്ക് സനത് എന്താണെന്നറിയോ, മത്തനെന്താണെന്നറിയോ? പോട്ടെ, വിവാഹത്തിന്റെ ഇസ്ലാം പഠിപ്പിച്ച ഷർത്ത് എന്താ, ഫർള് എന്താണെന്നറിയോ? അതറിഞ്ഞിരുന്നെങ്കിൽ ഒരുമാരും പൂക്കടയും കിറ്റ്കാറ്റിന്റെ പെട്ടിയായിട്ട് മുമ്പിൽ റീൽസ് കൊടുക്കാൻ പരക്കം പായൂല. അത് അറിയായിരുന്നെങ്കിൽ ഒരു കാരണവന്മാരും ബാക്ക് ഭാഗത്ത് ചില ആലങ്കുടയും പിടിച്ചിട്ട് നടക്കൂല. വിവാഹത്തിന്റെ പേരിൽ ഇന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും കൊള്ളരുതായ്മകളും ഈ സമൂഹത്തിൽ ഉണ്ടാവൂല. അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത്? ഇസ്ലാമിൽ വിവാഹത്തിന്റെ ഷർത്തും ഫർദും ഇസ്ലാം പഠിപ്പിച്ച് വിവാഹ സംബന്ധമായ ആലോചനകൾ രക്ഷിതാക്കൾ തമ്മിലാവണം. വ്യഭിചാരത്തിലുള്ള കുട്ടിയല്ലെന്നും അത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധത്തിലൂടെ പോകുന്ന കുടുംബമല്ലെന്നും അവർക്ക് ബോധ്യപ്പെടണം. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനിന് പ്രാധാന്യം കൊടുക്കണം. അതിനർത്ഥം അവൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു ദരിദ്രരെ പോയി കെട്ടണം, കർത്തൈനെ കെട്ടണം എന്നൊന്നുമല്ല. ദീനിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരന്വേഷിക്കട്ടെ. ഇപ്പോ കാണുന്ന സിനിമകൾക്കനുസരിച്ച് മക്കൾ വന്നിട്ട് പറയുക, ഓനെ ഇഷ്ടമാണ്, ഞാനും പഠിക്കുന്നുണ്ട്, ഓനും പഠിക്കുന്നുണ്ട്, പിന്നെ ഓൻ പഠിച്ചിട്ട് ബാംഗ്ലൂർക്ക് പോകും, ഞാൻ പഠിച്ചിട്ട് മറ്റെങ്കിലും പോകും, ഏകദേശം ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും സെറ്റിലാവും, പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാൻ പറ്റെങ്കിൽ കറ്റെന്നോളി, ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ ഒഴിവായിക്കളി എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് അവരെത്തി. അവിടെയും തീരാത്ത കുടുംബത്തിൽ നിന്ന് കാണുന്ന മാതൃകകളോ വിവാഹത്തിന്റെ മുൻപേ ഈ പറഞ്ഞ മാതിരി
മുട്ടായി കൊടുക്കൽ സമ്പ്രദായം വേണ്ടാന്നല്ല, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ കുറെ പറഞ്ഞു. പക്ഷെ ഇപ്പം ബേജാറ് തോന്നുക, എനിക്ക് മൂത്തത് മോളാ, അപ്പൊ +2 ആ. ഇത് ഓരോരുത്തരും ഒരു ആചാരമായിട്ട് കാണുക. പൈസ കുറഞ്ഞു പോയാൽ അത് വില കുറവായിട്ട് കാണുക. പണ്ടൊക്കെ അത് ഓരോരുത്തരും മഹർമലനും തോന്നുക. ഏതെങ്കിലും ഒരു നിക്കാഹ് കഴിഞ്ഞ് ആദ്യം തന്നെ ഓളെ കൈത്തുമ്മൽ തിരിച്ചു മറിച്ചു, ഇത് എത്ര പവനാന്നാ പറഞ്ഞത്? 3.5. 3.5 ഉള്ളൂ. അപ്പൊ പിയ്യാപ്പിളയും ചെറുതായി, ഓന്റെ കുടുംബവും ചെറുതായി. ഇപ്പൊ നേരെ മുട്ടായി മേലാ നോക്കുക, എത്ര കൊണ്ടോന്നതിനൊരു കയ്യും കണക്കില്ല എന്ന് കേട്ടാ ഉള്ളിൽ അസൂയയായി, പുറത്തൊരു സന്തോഷവുമായി. എന്നിട്ടത് കൊണ്ടുപോകാൻ പോകുന്നത് ആരാന്നറിയാം നിങ്ങൾക്ക്? അഭിമാനബോധമുള്ള ഒരു കുടുംബത്തിൽ ഒരു മക്കളുടെ വയറു കൊടുത്ത് സമൂഹത്തിന്റെ ചലനത്തിന്റെ കാരണമായ പടച്ച റബ്ബ് സ്വർഗം സൃഷ്ടിച്ച കാൽപാദത്തിന്റെ മേലെ ജീവിക്കുന്ന അമ്മാര് ഓരോരുത്തരും പർദ്ദട്ടോളും ചുരിദാറിട്ടോളും മരമുതൽ താഴോട്ട് കയറിയോളും സർവാണിട്ടോളും ടോപ്പിട്ടോളും ഒക്കെ ഇങ്ങനെ പരക്കം പായ്യ. എന്നിട്ടത് നാടൊട്ടൊക്കും എന്തിനാപ്പത് സ്റ്റാറ്റസ് ഇടാൻ? അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടമ്മാര് നിങ്ങൾ പറഞ്ഞേരി, എന്തെങ്കിലും ഒരു ഗുണം. സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിനൊരു കമന്റും കിട്ടിയ അൽഹംദുലില്ലാ, സ്വർഗത്തിലേക്ക് ഒരു 10 പോയിന്റ് കിട്ടിയ മാതിരിയാ ചില കുടുംബക്കാർ സമാധാനം. അവനാന്റെ സന്തോഷങ്ങളെക്കാൾ സമൂഹത്തിന്റെ സ്റ്റാറ്റസും ലൈക്കും ഷെയറും ആഗ്രഹിക്കുന്ന ഒരു തലമുറയായി നമ്മളെ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ മാതൃദിനത്തിന്റെ അന്ന് നേരം വെളുക്കുമ്പോ ഉമ്മാന്റെ അരികിൽ വന്നിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് ഉമ്മാനോട് പറയും, ഉമ്മ ഒന്ന് ചിരിക്കി. ചിരിച്ചമ്മാന്റെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കാണാം. സ്നേഹത്തിന്റെ കരുതലായ, കാരുണ്യത്തിന്റെ വാളായ, തേങ്ങലായ എൻ്റെ പെറ്റുമ്മ, പോറ്റുമ്മ. ഉമ്മ ഒരാഴ്ചയായി പറഞ്ഞിട്ടുണ്ടാവും, മോനെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒന്ന് എന്നെ കൊണ്ടുപോകുമെന്ന്. ഉണ്ടാവൂല. ഭാര്യാഭർത്തൃ ബന്ധങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാ അല്ലേ? 15 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ വാർഷികാഘോഷം നേരം വെളുക്കുമ്പോൾ തന്നെ ഓനെന്തെങ്കിലും കൊണ്ടുവരും, ഓളൊരു കേക്കും വാങ്ങും. 10K 20K അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എൻ്റെ തടങ്ങുന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങി ബേക്കൽ ഫിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഉമ്മയും മോളും മക്കളും വാപ്പയും എല്ലാവരോടും കൂടിയിട്ട് അങ്ങ് പോവും. കരിയാത്തമ്പാറ പോയിട്ട് നല്ലൊരു വീഡിയോ ചിത്രീകരിച്ചിട്ട് മരത്തിന്റെ ചോട്ടിൽ കെട്ടിപ്പിടിച്ച് നെഞ്ചൊട്ടിയിട്ട് പറയും, കാരുണ്യത്തിന്റെ കടലായ, സ്നേഹത്തിന്റെ കൊടലായ ഈ അടുപ്പത്തിന്റെ 14 കൊല്ലങ്ങൾ. ഇത് കാണുന്നവന് വിചാരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. വാളൂരിയ സമയം ഉണ്ടാവൂല. നാട്ടുകാരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് എന്താ, ഈ നല്ലോനാന്ന് പടച്ചോനോട് ഓള് പറഞ്ഞാ എനക്ക് പടച്ചോന്റെ സ്വർഗ. ഓള് നല്ലൊരുത്തിയാണ് പടച്ചോനെ എന്ന് പടച്ചോനോട് ഈ പറഞ്ഞ സ്വർഗത്തിന്റെ 8 വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും. അല്ലാണ്ട് നാട്ടിലെ നടുവണ്ണൂരുള്ള ഒരു 10 ആള് കാണണം, ഉമ്മാന്റെ വീട്ടിലുള്ള ഒരു 20 ആള് കാണണം, സോഷ്യൽ മീഡിയന്റെ ഫോളോവേഴ്സ് ഒരു 10 ആള് കാണണം, 100 ആള് ലൈക്ക് ഇടണം, ഷെയർ ഇടണം, 2 ലവിന്റെ ചിഹ്നമുള്ള ഇമോജി ഇട്ടൊക്കാൽ ഒരു കുളിരുള്ളു തോന്നെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്വയം പ്രൊഡക്റ്റ് ചെയ്യപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ, ഇത് എവിടെ എത്തിക്കും നമ്മളെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വയസ്സറിയിച്ച കല്യാണം. നഊദുബില്ല. സത്യം, ഉമ്മാരും വാപ്പാരും വല്യന്മാരും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാം. മൂക്കുത്താനുള്ളതും ചെവി കുത്താനുള്ളതും വലിയൊരു ഓലമടൽമേൽ എഴുതിയിട്ടുണ്ട് ഋതുമതി കല്യാണം. നിങ്ങൾ ആരെയാ ഈ ഉമ്മത്തിനെ പറയിപ്പിക്കുന്നത്? ഈ സമൂഹത്തിൽ എന്ത് നേട്ടമാ ഈ ആചാരങ്ങളെ കൊണ്ടുണ്ടായത്? ഋതുമതിയാകുന്നതിന്റെ മുൻപേ 10 വയസ്സ് തികഞ്ഞ മോളെ നിസ്കരിക്കാനും സുബഹിന്റെ സമയത്ത് വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കാനും പറ്റിയിട്ടില്ലേ? ഒരു ഋതുമതി കല്യാണം നടത്തിയിട്ടും ഒരാണിന്റെ സുന്നത്ത് കല്യാണം നടത്തിയിട്ട് ഒരു 100 രൂപന്റെ 10 നോട്ട് മാലയാക്കി കഴുത്തിലിട്ടിട്ട് റീൽസ് ഇട്ടാലും നിങ്ങളൊരു നല്ല വാപ്പയും മെയ്യാണെന്ന് നാട്ടുകാർ പറയായിരിക്കും. പടച്ചോൻ പറയൂല, അള്ളാഹു പറയൂല. അള്ളാഹു പറയണമെങ്കിൽ അൽ അബവാനി അവ്വലുൽ മദ്രസ, വാപ്പയും മെയ്യും ആദ്യത്തെ സ്വർഗത്തിന്റെ വാഹകന്മാരാവണം, സ്വർഗത്തിന്റെ വാതിലുകളാവണം. ദീൻ എന്താണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കണം. ദീനിൽ സമാധാനമേ ഉള്ളൂ മനുഷ്യരെ. ഞാൻ എന്തുകൊണ്ടാ കള്ളു കുടിക്കാത്ത? എന്റെ ദീനിനോട് പറഞ്ഞു കുടിക്കാൻ പാടില്ലാന്ന്. ഞാൻ എന്തുകൊണ്ടാ വ്യഭിചരിക്കാത്ത? എന്റെ ദീനിനോട് പറഞ്ഞു വ്യഭിചരിക്കാൻ പാടില്ലാന്ന്. ഞാൻ എന്തുകൊണ്ടാ അന്യന്റെ ഇതിലേക്ക് ഒളിഞ്ഞു നോക്കാത്ത? ഞാൻ എന്തുകൊണ്ടാ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത? ഞാൻ എന്തുകൊണ്ടാ മറ്റൊരാളെ പറ്റിക്കാത്ത? എന്റെ ദീന് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലാന്ന്. ഞാൻ എന്തുകൊണ്ട് ഒരു സ്ത്രീയെ ബഹുമാനിക്കുന്നു? ഞാൻ എന്തുകൊണ്ടാ ഒരു 5 രൂപ പോലും ഹക്കല്ലാത്ത നിലക്ക് സമ്പാദിക്കാത്ത? എന്റെ ദീന് പറഞ്ഞു നീ അള്ളാഹുവിന് ഇഷ്ടപ്പെടാനാവണമെങ്കിൽ, നീ മനുഷ്യനാവണമെങ്കിൽ അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അപ്പൊ ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, അതിന്റെ ലുക്ക് എന്ന് പറയുന്നത് പടച്ചോന്റെ ദീനാ. അള്ളാഹുവിന്റെ ദീന്, ആ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് പടച്ചോന്റെ ഒരു കാവലുണ്ടാവുന്ന. ഒരിക്കലും അള്ളാഹു അവരെ തളർത്തിക്കളയൂല. അതുകൊണ്ട് നമ്മളെ മക്കൾക്കിടയിലേക്ക് ദീനിന്റെ പാഠങ്ങൾ അറിയിച്ചു കൊടുക്കണം. തൗഹീദ് എന്താണെന്ന്, എന്താണ് റിസാലത്തെന്ന്, എന്താണ് ആഖിറത്തെന്ന്, ആരാണ് പ്രവാചകന്മാരെന്ന്,
ഓരോന്നും കൃത്യമായിട്ട് അറിയിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ വിവാഹത്തിന് ഇന്ന് അവിടെ ഒന്നും നിൽക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, സേവ് ദി ഡേറ്റ്, ഗ്രൂമിങ്, ബ്രൈറ്റ് ടു മീ, അരികുത്ത് കല്യാണം, വെറ്റില കല്യാണം, അടുക്കള കല്യാണം, ഇതിനൊക്കെ പൈസ ചെലവാക്കാൻ സാധുക്കളായ ആണുങ്ങളും എന്തേ മിണ്ടിയ കുടുംബത്തുനിന്ന് പുറത്താവും. എന്തേലും പറഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് മിണ്ടാട്ടുണ്ടാവില്ല. ഇതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞൊരു കുടുംബക്കാരൻ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടലിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആദ്യത്തെ വർത്താനം പുരക്കാരൻ്റെ പക്ക, കല്യാണം അലങ്കോലാക്കി ഇങ്ങാണെങ്കിൽ എൻ്റെ ചേപ്പൊക്കെ ഞാൻ തരൂട്ടോ. ഓൻ അലങ്കോലാക്കിയല്ല, ഓൻ്റെ ദീനും കൊണ്ട് ചോൻ പോയതാ. അതാ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരവസ്ഥ. നമ്മക്കത് വേണ്ടട്ടോ, നമ്മളതിനില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദീനുള്ള മൊയലാന്മേരി എന്നാ പറയാ. പടച്ചോന്റെ ദീനിൽ പോലും വെറുപ്പിക്കുന്നത് ഈ ആചാരക്കാരാ. അള്ളാന്റെ ദീനിനെ പോലും പറയിപ്പിക്കുന്നത് ഈ ആചാരക്കാരാ. സ്വന്തം മകന്റെ ജീവിതത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞു പോയത് മെഴുകുതിരി കത്തിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന പമ്പര വിഡ്ഢികളുണ്ടെങ്കിൽ അതാ മോന്റെ വാപ്പയും മെയ്യ ദുനിയാവിൽ ഏറ്റവും വലിയ വിഡ്ഢികള്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ദീൻ എന്താണെന്ന് അറിയിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം. അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്വത്തെക്കുറിച്ച്, വസ്ത്രത്തിന്റെ ഗൗരവത്തെക്കുറിച്ച്, ഇബാദത്തിന്റെ ഭംഗിയെക്കുറിച്ച്, നാളെ റബ്ബിന്റെ കോടതിയിൽ കയറി ചെല്ലുമ്പം റബ്ബിന്റെ ചോദ്യങ്ങളെക്കുറിച്ച്, അതിനെന്തു വേണം? ബന്ധങ്ങളെ കൂട്ടിപ്പിടിച്ച് യോജിപ്പിച്ച് മനോഹരമാക്കി ജീവിക്കാൻ പറ്റണം. അതിനേറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ നമ്മളൊരു വലിയ സമ്പത്താവണം. കുടുംബത്തിൽ നമ്മളൊരു വലിയ സമ്പത്താവണം, നാട്ടിലല്ല. ഞാൻ നല്ല പ്രാസംഗികനാ നിങ്ങൾക്ക് പറയാ, പക്ഷെ എൻ്റെ വിലയും നിലയും എൻ്റെ കുടുംബ. അവരെനിക്ക് തരുന്നത് എൻ്റെ പവറ്. പടച്ചോൻ ഇന്നെ വിലയിടുന്നതും ആ കുടുംബത്തിലെ നിലയും വിലയും പവറും നോക്കിയിട്ടാണ്, അല്ലാണ്ട് നാട്ടിലിൻ്റെ പവറും പത്രാസും നോക്കിയിട്ടല്ല. ചിലപ്പോൾ ഞാൻ മരിച്ചാൽ നന്മണ്ട പള്ളിയിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ നിസ്കരിക്കാൻ വന്നെന്ന് വരും. പക്ഷെ പ്രാർത്ഥന എൻ്റെ തലവിട്ട് കിടക്കണമെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ പറയണം, പടച്ചോനെ നല്ലൊരു മനുഷ്യനായിരുന്നു റബ്ബേ, നല്ലൊരു കുടുംബക്കാരനായിരുന്നു റബ്ബേ, ഏത് ബന്ധങ്ങളെയും സ്നേഹിക്കുന്നവനായിരുന്നു റബ്ബേ. ഇന്ന് മനുഷ്യന്മാർ ബന്ധം എങ്ങനെയുണ്ട് മുറിക്കാനെന്ന് നോക്കുക. കള്ളത്തരങ്ങൾ പറിച്ചിട്ടും നാട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടും ബന്ധുക്കൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടൊക്കെ. അതുകൊണ്ടാ ഇന്ന് കുടുംബം മുറിയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് കുടുംബ ഗ്രൂപ്പ് ഉണ്ടാകുക, അതിലെന്തെങ്കിലും വാട്സപ്പിൽ കമൻ്റ് ഇടുക, സന്ദേശം ഇടുക. പണ്ടുകാലത്തൊക്കെ നിങ്ങൾ പരദൂഷണം പറയരുത് എന്നായിരുന്നു നമ്മൾ പറയല്. ഇപ്പൊ പരദൂഷണം എഴുതിയിടല്ലേ മനുഷ്യന്മാരെ എന്ന് പറയേണ്ട കാല. കാരണം അത്രയേറെ വൃത്തികേടുകൾ സോഷ്യൽ മീഡിയകളിലൂടെ ഇളക്കിവിടുന്ന, എഴുതിവിടുന്നവർ ഇന്ന് ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുറന്നു വെച്ച മഹാലോകത്തിന്റെ മുൻപിൽ ആർക്കും ആരുടെയും പച്ചയിറച്ചി തിന്നാം, ഏത് കുടുംബത്തിന്റെ അഭിമാനവും നശിപ്പിക്കാം, ഏത് മനുഷ്യനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടാം, പെണ്ണുപിടിയനാക്കാം, സാമ്പത്തിക ആരോപണം ഉന്നയിക്കാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ എഴുതിവിടാം. ആലോചിച്ചു നോക്കൂ, ഇന്ത്യയുടെ അതിർത്തി കാത്തിരുന്ന ഒരു സൈനികൻ നാട്ടിലേക്ക് തീവണ്ടി കയറി അവസാനം വഴിവക്കത്ത് നിന്നും കേറിയ മറ്റൊരു പ്രദേശത്തുകാരി പെൺകുട്ടി ഈ സൈനികനുമായി വല്ലാതെ അടുപ്പത്തിലായി, ചങ്ങാത്തത്തിലായി. സൈനികന്റെ ബാഗുകളിൽ നിന്ന് കിട്ടിയ മദ്യക്കുപ്പി പൊട്ടിച്ച് രണ്ടുപേരും മതിവരുവോളം കുടിച്ചു. നാട്ടിലെത്തി കൂട്ടാൻ വന്ന ഭർത്താവിന്റെ മുൻപിലേക്ക് പെൺകുട്ടി ഇറങ്ങിച്ചെല്ലുന്നത് പൂസായിട്ടാ. ഉടനെ തന്നെ പെൺകുട്ടി പറഞ്ഞു, മദ്യം നൽകി എന്നെ പീഡിപ്പിച്ചു സൈനികൻ. 13 ദിവസം രാജ്യം കത്ത ഈ സൈനികനെ മീഡിയകൾ വലിച്ചഴിച്ചു കൊന്നു. തീന്മേശകൾക്ക് മുകളിലേക്ക് കയറി വന്ന വെട്ടുകത്തിയേക്കാൾ മാരകമായ വാക്കുപയോഗിച്ച് ഓരോ ചാനലുകാരനും ഓരോ നാട്ടിലുള്ള പ്രവർത്തകന്മാരും അല്ലെങ്കിൽ നാട്ടിൽ നാവിന് എല്ലില്ലാത്ത ആളുകളും പലതും പറഞ്ഞു നടന്നു. സൈനികന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കിലെത്തി. ഭാര്യ പിണങ്ങിപ്പോകാൻ നിന്നു. അവസാനം 13ാമത്തെ ദിവസം ശാരീരിക പരിശോധനയിൽ തെളിഞ്ഞു, ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. കുട്ടീന്റെ ശരീരത്തിൽ അളവിൽ കൂടുതൽ ആൽക്കഹോളിക് ഉണ്ട് എന്ന് മാത്രം. കോടതി വരാന്തയിൽ നിന്നും കൂട്ടിൽ നിന്നും പൊട്ടിക്കരഞ്ഞ് പെൺകുട്ടി പറഞ്ഞു, കുടിച്ച ദേശം അധികമായി പോയി, ഭർത്താവിന്റെ മുൻപിൽ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും പറയണമെന്നുമായി അങ്ങനെ പറഞ്ഞു പോയതാ. 13 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ അനുഭവിച്ച മാനഹാനി, ഒരു കുടുംബം അനുഭവിച്ച വേദന. എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്, നിമിഷ നേരം കൊണ്ട് ഒരു പെണ്ണിനോട് പോലും മോശം പെരുമാറാത്ത ഒരു ചെറുപ്പക്കാരന് തന്റെ നേരെ വന്നൊരു ആരോപണത്തിന് മുൻപിൽ ഒരു രാവ് പുലരാൻ മാത്രം കെൽപ്പില്ലെങ്കിൽ, അള്ളാഹു പറഞ്ഞതുപോലെ എല്ലാ കൽബും ഒരുപോലെയല്ല.
പെടഞ്ഞുപോയ മനസ്സിനെ അയാൾ അവസാനിപ്പിച്ചത് ഒരു തുണ്ട് കയറിലാണെങ്കിൽ ഇന്നും ആ വേദനയിൽ ജീവിക്കുന്ന ഏതെങ്കിലും കുടുംബക്കാരൻ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ, നെറ്റിയിലെ നിസ്കാരത്തായുമ്പോ ഉടുക്കുന്ന പർദ്ദയോ ഓതിത്തീർത്ത ഖുർആനോ ചെയ്ത ഹജ്ജോ ചെയ്ത നന്മകളോ നിങ്ങളെ തലവിട്ട് കടക്കൂല, പടച്ചോന്റെ അടുത്തെത്തൂല. ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം, പൊരുത്തം വാങ്ങാത്ത കാലത്തോളം, ഇനി മരിച്ചോയോലെ പറ്റിയാണ് പറയുന്നതെങ്കിലോ, മരിച്ചോയിട്ടുണ്ടെങ്കിലോ എവിടെ ചെന്നാ മനുഷ്യന്മാരെ നിങ്ങൾ പൊരുത്തം വാങ്ങുക? ഇന്ന് മനുഷ്യന്മാർക്ക് ആരെയും പച്ചയിറച്ചി തിന്ന, രാഷ്ട്രീയം പെണ്ണിനെ കൊണ്ട് അടിപൊളിയാവും, സമൂഹവും പെണ്ണും സാമ്പത്തികവും കൊണ്ട് അടിപൊളിയാവും. അള്ളാഹു പൊറുക്കാൻ റെഡിയാ അല്ലേ? ഞാനുങ്ങളൊക്കെ ചെയ്ത തെറ്റുകൊണ്ട് പടച്ചോൻ ശിക്ഷിച്ചു തുടങ്ങിയെങ്കിൽ ശിക്ഷ കിട്ടാത്ത ഒരൊറ്റ മനുഷ്യന്മാർ ഈ കൂട്ടത്തിലുണ്ടാവില്ല. എന്നിട്ടും പടച്ച റബ്ബ് നമുക്ക് അവസരം തരിക, അള്ള മൂടി വെക്കുക, അള്ള മറച്ചു വെക്കുക. നമ്മൾ ചെയ്ത പല രഹസ്യങ്ങളും പടച്ചോൻ മറച്ചു പിടിച്ചതാ, നമ്മളെ അഭിമാനത്തിനും നമ്മളെ ജീവിതത്തിനും വില തന്നുകൊണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഒരുത്തൻ ഒറ്റിക്കൊടുത്തിട്ടും, കൂട്ടത്തിൽ ഒരുത്തന്റെ പച്ചയിറച്ചി തിന്നിട്ടും, കൂട്ടത്തിലും കുടുംബത്തിലും ഒരു പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ടും, അത് കൂടെ കൂടി സംസാരിച്ച് അപമാനിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞപ്പോലും കബറിലേക്ക് അതിന്റെ ഓഹരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, കാരണം ആ വാർത്ത ഇങ്ങനെ പരന്നിട്ടുണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയലുണ്ട്, അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയാ. എൻ്റെ അയൽപക്കത്തൊരു കല്യാണം കഴിഞ്ഞെന്ന് കരുതുക. ആ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്റെ പിറ്റേന്ന് കദീഷുമ്മ ഇങ്ങനെ വന്നു. കാരണം പുതിയൊരു പെണ്ണാണ്, ഓളെയൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി വന്നതാ പുതിയ കല്യാണപ്പുരയിലേക്ക്. മുറ്റത്തുനിന്ന് കുറെ ആൾക്കാർ താറപ്പായ അയക്കുന്നുണ്ട്, കസേരയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്താണ് കദീഷും അങ്ങനെ വരുമ്പോ കല്യാണം കഴിഞ്ഞ പുതിയ പെണ്ണുണ്ട് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന. കദീഷും ഒന്ന് ചിരിച്ചു, കുട്ടി ചിരിച്ചില്ല. കുട്ടി ചിരിക്കണോ ചിരിക്കണ്ടേ എന്നുള്ള ബേജാറിൽ ഇങ്ങനെ നിൽക്കുക. വേഗം അകത്തേക്ക് അങ്ങ് കയറിപ്പോയി കുട്ടി. ഉടനെ കദീഷുമ്മ മനസ്സിൽ ഇങ്ങനെ പറയാ, കദീഷുമാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാനൊരു പേര് പറഞ്ഞിട്ടേ ഉള്ളേ. ഉടനെ കദീഷുമ്മ ഇങ്ങനെ മനസ്സ് പറയാ, ചിരി കിബിറുണ്ട് എന്ന് തോന്നുന്നു, മിണ്ടണമൊന്നുമില്ല. പൈസ ഉള്ളെടുത്തുനിന്ന് അവൻ കെട്ടിയെന്ന് കേട്ടിക്ക്, വാപ്പക്കൊക്കെ നല്ല മുതലുണ്ട്, അതുകൊണ്ടായിരിക്കും. അകത്ത് കയറി ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ, അതല്ലെങ്കിൽ ചായ വാരാൻ നേരത്ത് ചായ മേശമ്മ കൊണ്ടുവച്ചു, പ്ലേറ്റിൽ ആ സാധനവും കൊണ്ടുവച്ചു. വീട്ടിലമ്മ പറഞ്ഞു, മോളെ കദീഷുമ്മക്ക് ചായ കൊടുക്കട്ടോ, കൊണ്ടുവച്ചു. കുട്ടി വേഗം അത്തേക്ക് തന്നെ അങ്ങ് പോയി. നമ്മൾ ഉറപ്പിച്ച് ചിരി കിബിറുണ്ട്, മിണ്ടണമൊന്നുമില്ല. തിരിച്ചു പുരയിലേക്ക് വരുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലുള്ള വേറൊരു താത്ത ചോദിക്കുക, എവിടെ നിന്നാ കദീഷോ വരുന്നത്? ഞാൻ ആ പുതിയ നബീസാന്റെ മര്യോളെ ഒന്ന് കാണാൻ പോയതാ. എന്നിട്ടോ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? ഭയങ്കര കിബിറ്. 4 മാസം കഴിഞ്ഞിട്ട് അവസാനം ഈ പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടു, എൻ്റെ അയൽവാസി കദീഷുമ്മയാണിത്. കല്യാണപ്പുരയൊന്നും അല്ലാത്ത മരിച്ച വീട്ടിൽ നിന്നൊക്കെ കണ്ടു, ഇടയ്ക്കിടയ്ക്ക് മിണ്ടി, മദ്രസയിൽ നിന്ന് കണ്ടു, പള്ളിയിൽ നിന്ന് കണ്ടു, സലാമൊക്കെ പറഞ്ഞ് എല്ലാം റാഹത്തായപ്പോൾ അടുത്ത റമളാനിൽ വിളിച്ചിരുത്തിയിട്ട് ഒരു നോമ്പുറയൊക്കെ കൊടുത്ത് റാഹത്തിൽ ഒരു 100 രൂപ കൈമലൊക്കെ കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ കദീഷുമ്മ പറയാ, വിചാരിച്ച മാതിരി അല്ലട്ടോ, പാവം കുട്ടിയാ. പക്ഷെ ഈ 4 മാസം കൊണ്ട് കിബറത്തിയാന്നുള്ളത് നിങ്ങൾ എവിടെ എത്തിച്ചിട്ടുണ്ടാവും? വേറെ ഏതെങ്കിലും ഒരുത്തനോട് പോയി നിങ്ങൾ പറയും എനിക്ക് അന്ന് പറ്റിപ്പോയത് അബദ്ധാന്ന്? അതിലെത്ര പേരും പടച്ചോന്റെ മണ്ണിന്റെ അടിയിൽ പോയി ഉണ്ടാവും. ഒരൊറ്റ കബറിന്റെ അടിയിൽ പോയി നിങ്ങൾക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റുമോ? പറയുന്ന വാക്കിനെ 100 തവണ ചിന്തിക്കണം. അതുകൊണ്ട് ഹബീബ നബി തങ്ങൾ പറഞ്ഞതും, 2 താടിയെല്ലിന്റെ ഇടയിലുള്ള ഈ എല്ലില്ലാത്ത സാധനം അത് നിങ്ങൾ സൂക്ഷിക്കുന്ന എനിക്ക് ജാമ്യം തന്നാൽ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ എഴുതി വിടുന്നത്, വിരൽ തുമ്പുകൾ പരദൂഷണമായിട്ട് എഴുതി വിടുന്നത് നിങ്ങൾ ചെയ്യൂലാന്ന് എനിക്ക് ജാമ്യം തന്നാൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാമെന്ന് റസൂലുള്ള ജാമ്യം സയ്യിദുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഓരോ വാക്ക് പറയുമ്പോഴും, ഓരോ എഴുത്തുകൾ എഴുതുന്ന സമയത്തും നാളെ ആഖിറത്തിലേക്ക് എനിക്കത് എത്രത്തോളം ഗുണവും ദോഷവും വരുത്തൂന്ന് ചിന്തിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി ഫൽയൗമിൽ ആഖിർ ഔ ലിയസ്മുത്. അത് നമ്മളെ കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നമുക്ക് വില വേണ്ടത്, ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ, നമുക്ക് വിലയും നിലയും വേണ്ടത് നമ്മളെ കുടുംബത്തിലാണ്. ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. അതായത് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ സ്ഥാനം വേണ്ടത് നമ്മളെ രക്ഷിതാക്കളുടെ മനസ്സിലാണ്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും മനോഹരമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു ഭാര്യയുടെ ദീനിനോട് ഭർത്താവ് ചേർന്ന് ജീവിക്കുമ്പോഴും ഭർത്താവിൻ്റെ ദീനിനോട് ഭാര്യ ചേർന്ന് ജീവിക്കുമ്പോഴും. ഇന്ന് നേരെ മറിച്ചാ, ഭർത്താവ് ഭാര്യയെ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം എന്നാ. ഇന്ന് പല കുടുംബത്തിലും നേരെ തിരിച്ചാ. മൂപ്പര് വലിയ അനുസരണശീലമുള്ള ആളാണ്. എന്തെങ്കിലും ഒരു ഏർപ്പാട് പുരയിൽ നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിലും മൂപ്പര് പറയും എനിക്ക് ഒരു ദൂരം, മൂപ്പത്തി പറഞ്ഞു മക്കളുമായി. ചില വാപ്പാർക്ക് കിട്ടേണ്ട സ്ഥാനം പോലും ചിലന്മാർ വാങ്ങിക്കൊടുക്കുന്നില്ല. ഞങ്ങളല്ലട്ടോ. എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ, ഒരു ആർഭാടം വരുമ്പോൾ മക്കളെ അത് പാടില്ല എന്ന് വാപ്പ പറയുമ്പോൾ അമ്മ എത്തുന്നറിയും, മൂപ്പരങ്ങനെയൊക്കെ പറയും, വാപ്പ ഒരു പൊട്ടനല്ലേ, നിങ്ങളിപ്പോൾ എന്തിനാ വാപ്പനോട് പറയാൻ പോയത്, നിങ്ങളങ്ങ് ചെയ്താൽ പോരേന്ന് പറയും. ഇപ്പം പറഞ്ഞ സാധു ആരായി? പൊട്ടനായി.
അത് അള്ളാന്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരോട് വരെ ചില ഉമ്മാര് പറയും പിയ്യാപ്പിളക്ക് വലിയ ദീന, മൂപ്പർക്ക് ഇങ്ങനെ നിൽക്കാരോ, നോമ്പും നിൽക്കാരോ. അങ്ങനെയല്ല. പടച്ചോനെ അയാൾ ഇഞ്ഞയും കൂടി സ്വർഗത്തിലെത്തിക്കാൻ ഒരു വാപ്പന്റെ കൈപിടിച്ചേൽപ്പിച്ച മനുഷ്യനാ. നാളെ റബ്ബിന്റെ സ്വർഗത്ത് കയറുമ്പം നിന്റെ വലത്തെ കയ്യിൽ നിന്റെ ഭാര്യയും മക്കളും ഉണ്ടാവണം എന്നുള്ളൊരു പ്രതീക്ഷയിലും സ്വപ്നത്തിലുമാണ് പടച്ചോന്റെ ദീനനുസരിച്ച് കുടുംബവും മക്കളെയും കൊണ്ടടക്കാൻ ഒരാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കൂടെ നിൽക്കാത്ത ഉമ്മമാരെ ഓരോ രാവും പകലും പടച്ചോന്റെ മലക്കുകൾ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കും. ഇതേ രീതിയിൽ തന്നെ മക്കളെയും കുടുംബത്തിനെയും ദീനിനനുസരിച്ച് കൊണ്ടുപോകാൻ ആഞ്ഞു പണിയെടുക്കുന്ന ഭാര്യയെ വിലമതിക്കാതെ അവളെ ദീനിനെ കുടുംബക്കാരുടെയിൽ കുറ്റപ്പെടുത്തി നാട്ടുകാർക്ക് കാണാൻ മാത്രമുള്ള വസ്ത്രം ധരിപ്പിച്ച് പിയ്യാപ്പിള ഒരു ഫാഷന്റെ ആളാ, മൂപ്പരൊരു ന്യൂ ജനറേഷനാ, മൂപ്പർക്ക് ഈ ലിപ്സ്റ്റിക് ഇടുന്നതും മുഖത്ത് വയ്ക്കുന്നതും പിരികം പ്ലക്ക് ചെയ്യുന്നതും ആഴ്ചക്ക് മുടി പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാ, നാലാളിടയൊക്കെ ഇറങ്ങുമ്പം അരമുതൽ തായോട്ട് കീറുന്ന ചുരിദാറും ഒന്ന് കൈ പൊക്കിയ പള്ളഭാഗം കാണുന്നതൊക്കെ ഇട്ട് നടക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യക്കാരനാ എന്ന് നിങ്ങളെ കൊണ്ടൊരു പെണ്ണ് നാട്ടുകാരൊക്കെ മുന്നിൽ പറയുകയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയും വരുന്നുണ്ടെങ്കിൽ ഓക്ക് കിട്ടിയ ദുനിയാവിൽ ഏറ്റവും വലിയ പരീക്ഷണ പിയ്യാപ്പിളാരായ നമ്മള്. അതിന്റെ പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങളും, എന്നെ കൊണ്ട് എന്റെ പിയ്യാപ്പിളക്ക് അങ്ങനെ ഒരു ഗതികേടില്ല നിങ്ങളും തീരുമാനിച്ച കുടുംബം നന്നായി, എല്ലാ കുടുംബവും സമാധാനായി. അതുകൊണ്ട് ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതും ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ, എന്ത് ചോദിച്ചാലും വാങ്ങിത്തരുന്ന പിയ്യാപ്പിള, എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടടക്കുന്ന പിയ്യാപ്പിള, എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ പുറത്തു പോകും, എന്തെങ്കിലും തിന്നും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകും, എവിടെയെങ്കിലും റൂം എടുത്ത് കൂടും, നല്ല പിയ്യാപ്പിളയാ, പറഞ്ഞ എന്തും വാങ്ങിത്തരും. അല്ല, അഹ്സനുക്കും ലിനിസാഇക്കും, സ്ത്രീയുടെ അഭിമാനത്തിനും പരലോകത്തിനും വില കൽപ്പിച്ച് അവളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവളെ സ്വർഗത്തിലെത്തിക്കാൻ ഒരു വാപ്പയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്ന ആണ് ഓ മൊഞ്ചന, ഓന ഏറ്റവും നല്ല ആണ്. സ്വന്തം പെണ്ണിനെ ആദരിച്ചും സ്ഥാനം കൊടുത്തും അഹ്സനുക്കും ലിനിസാഇക്കും കൊണ്ടടക്കുന്നവൻ. അതുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അബൂ സലമാന്റെ മുഖത്തോക്കി ഉമ്മുസലം അങ്ങനെ കരയും. കണ്ടു നിൽക്കുന്ന സ്ത്രീകൾ പറയും, ഉമ്മുസലമ എന്തിനങ്ങനെ കരയുന്നത്, അബൂ സലമിനേക്കാളും നല്ലത് എനിക്ക് കിട്ടൂലേ? ഉടനെ ഉമ്മുസലമ പൊട്ടിക്കരഞ്ഞിട്ട് പറയും, വബ്ദിൽനി ഖൈറൻ മിൻഹാ, ഇതിലും നല്ലത് കിട്ടാനോ, ഇതിലും നല്ലത് പടച്ചോൻ എനിക്ക് തരാനില്ലട്ടോ. അതൊരാണിന് പെണ്ണിൻ്റെ അടുത്ത് കിട്ടുന്ന വിലയാ. നാട്ടിലെ 100 പെണ്ണുങ്ങളുടെ ഇടയിൽ നമുക്ക് വലിയ വില ഉണ്ടാവും. കല്യാണപ്പുരയിൽ ആ ജഗടയും ചെകിലും ഭക്ഷണം വിളമ്പലും കൊടുക്കലും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യംഗ്യമായ ദ്വയാർത്ഥമുള്ള തമാശ പറയലും ഒന്ന് ചിരിപ്പിക്കലും ഒക്കെ കൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങൾ മനസ്സ് പറയും, ഓളെ ഭാഗ്യാട്ടോ, നല്ല ചൂർച്ചൂർക്കുള്ള ഒരു പിയ്യാപ്പള. ഓളുള്ളു പറയും എന്തായിരിക്കും, ഉമ്മാതിരി ഒരു അമുക്കിൻ്റെ കൂടെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തീർന്നു. ആണിൻ്റെ വില പെണ്ണിൻ്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടും ഉണ്ടാക്കുന്നതാണ്. അതോടൊപ്പം ഒരു പെണ്ണിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിമാരെ, ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ വാണിജ്യം ബിസിനസ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണമൊന്നുമല്ല, കോസ്മെറ്റിക് ഉപകരണങ്ങളാണ്. പണ്ട് കാലത്ത് അപേക്ഷിച്ച് ഇന്ന് ലോകത്ത് ഈ ലോകം എന്ന് പറഞ്ഞാൽ നെടുവണ്ണൂരും കോഴിക്കോടും കേരളോ ഇന്ത്യയോ അല്ല, ഇന്ന് ഈ ലോകത്ത് കോസ്മെറ്റിക്കിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന പൈസ എത്രയെന്നറിയാം നിങ്ങൾക്ക്? വിൽപ്പന ബിസിനസ് 530 ബില്യൺ. 530 ബില്യൺ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 8000 കോടിയാണ്. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 80,000 കോടിയാണ്. 530 80,000 കോടി കോസ്മെറ്റിക് ഉപകരണങ്ങളുടെ വിൽപ്പന ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്നാണ്. ഇതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാകും എവിടെയാണെന്നറിയാവോ? ഈ ലോകത്താകെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത് എത്ര ബില്യണാണെന്നറിയാം നിങ്ങൾക്ക്? ഏത് മനുഷ്യന്റെ അറിവ്, ഭക്ഷണമൊക്കെ, ഈ അറിവിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുന്നത് വെറും 17 ബില്യൺ. ഭക്ഷണത്തിന് ചെലവാക്കുന്നത് 120 ബില്യൺ. അപ്പൊ തിന്നുന്നതിനേക്കാളും വിദ്യാഭ്യാസത്തെക്കാളും ഈ സമൂഹത്തിൽ ചെലവഴിക്കപ്പെടുന്നത് എന്തിനാ? കോസ്മെറ്റിക്. ആ കോസ്മെറ്റിക്കാണ് ഇന്ന് മക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ചുണ്ട് തേക്കാനൊന്ന്, പിരികമത്തെ തേക്കാനൊന്ന്, ചുണ്ടിന്റെ താഴെ തേക്കാനൊന്ന്, മൂക്കിന്റെ സൈഡ് തേക്കാനൊന്ന്. കല്യാണത്തിന് കറുത്തതിനെ വേളിപ്പിച്ച് സുന്ദരിയാക്കി വേദി കൊണ്ടിടും. ഒരു കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് കാണുന്നോല് പറയും മാറിപ്പോയിട്ടുണ്ടടാന്ന്. 11ാമത്തെ ദിവസം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കല്യാണത്തിന്റെ അന്നെല്ലാവരും പറഞ്ഞു എൻ്റെ ഭാഗ്യം അങ്ങനത്തെ ഒരു കിട്ടിയത്. 2 കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പെണ്ണിനെ കണ്ടപ്പോൾ കാക്കാത്തി പോലെ എന്ന് പറഞ്ഞ് തുടങ്ങി 11ാമത്തെ ദിവസം മലപ്പുറം ജില്ലയിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കോസ്മെറ്റിക്കിന് വേണ്ടി വെപ്രാള പിടിച്ചുന്ന 2ാം ക്ലാസ്സിലെ മക്കളെ ചുണ്ടുമ വിലയുണ്ട് ചായം.
ഇനി അതിൻ്റെ ഭവിഷ്യത്ത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഡോക്ടേഴ്സും പറഞ്ഞു. ഇവിടെ കിട്ടുന്ന ലോക്കൽ സാധനം വാങ്ങി പെരട്ടുമ്പോൾ അത് വൃക്കയിലേക്ക് ഏകദേശം എത്താൻ പാടില്ലാത്തതിനേക്കാൾ 12% വൃക്കയെ ബാധിക്കുന്ന മാരക വസ്തു അതിലൂടെ ഉള്ളിലേക്ക് പോകുന്നത്. ചിലരിങ്ങനെ ചോദിക്കും, ചുണ്ടുമലല്ലേ പെരട്ടുന്നുള്ളൂ, തിന്നൊന്നും അല്ലല്ലോ. ഈ പെരട്ടുന്നതിന് ആ പ്രശ്നം, ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഇവിടെ കുറച്ച് ഓലമെന്റ് പെരട്ടും. ഇതിനാ നമ്മൾ ചിന്തിക്കേണ്ടോ, എല്ലിൻ്റെ നടുവിലെങ്ങാനല്ലേ, ഇതെങ്ങനെയാ പള്ളിയിലേക്ക് പോകാൻ? അല്ല, ഈ പെരട്ടുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ സുഷിരങ്ങളിലൂടെയും കോശങ്ങളിലൂടെയും ഇത് അടിയിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ എല്ലിന് ചതവുണ്ട് തോന്നുമ്പോൾ മേലെ ഓയിൽമെന്റ് പെരട്ടുന്നത്. ഇവിടെ പെരട്ടുമ്പോൾ ഇതിൻ്റെ കോശങ്ങളും സുഷിരങ്ങളും കോശങ്ങളിലൂടെയും ഉള്ളിലേക്ക് പോകുകയെന്ന്. പക്ഷെ മനുഷ്യന്മാർക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴുണ്ട്, ഉമ്മ ചോപ്പിക്കും, മോള് റോസാക്കും. ആക്ഷേപിക്കല്ലോ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വാക്ക് സ്വീകരിക്കുക. അല്ലാത്തവർക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പറയാ, ഓനങ്ങനെ കുറേ പ്രസംഗിക്കുന്നതിന് എന്താണ്, എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല സ്ത്രീ എന്നാൽ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ്. അവൻ പിടിക്കുന്ന ദീനിന് ചേർന്ന് നിൽക്കുന്നവളാണ്. ദീനില്ലാത്തവനാണെങ്കിൽ ദീനില്ലാത്തവനോട് വാശി കാണിച്ച് ഞാനും ദീനില്ലാണ്ടായി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കലല്ല, ഓൻ്റെ ദീനിലേക്ക് എത്തിക്കാൻ വേണ്ടി പടച്ചോനോട് ദുആ ചെയ്ത് അവന് വേണ്ടി പണിയെടുക്കുന്നവളാണ്. ഇങ്ങനെ പരസ്പരം കുടുംബത്തിൽ നമ്മളൊരു വലിയ അസറ്റാവണം, വലിയൊരു സമ്പാദ്യമാവണം. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങൾ കേട്ട ചരിത്രമാണ്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് റസൂലുള്ള മകൾ ഫാത്തിമ ബീവിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്. ഒരു ദിവസം നേരം വെളുത്ത് ഫാത്തിമ ബീവി അലീൻ്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കും. എന്നിട്ട് ചോദിക്കും, അലി, ഞാൻ മരിച്ച നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? ഒരു ഭാര്യയുടെ ആഗ്രഹത്തോടെയുള്ള ചോദ്യം കേട്ട അലി ഒന്ന് ആദ്യം ഞെട്ടും. എന്നിട്ട് പറയും, എന്ത് ചോദ്യാ ഫാത്തിമ? ഫാത്തിമ ചോദിക്കും, പറ അലി, നിങ്ങൾ കെട്ടുവോ? ഞാൻ മരിച്ചാൽ വേറെ കെട്ടുവോ? അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഫാത്തിമ ബീവി കവളത്തൊരു ഉമ്മ കൊടുത്തിട്ട് പറയും, കെട്ടണേ അലിയെ, ഞാൻ ഇല്ലാണ്ടായാലും നിങ്ങൾ കെട്ടാണ്ടിരിക്കരുത്, കല്യാണം കഴിക്കണം. പക്ഷെ നിങ്ങൾ ആരെയാ കല്യാണം കഴിക്കേണ്ടതെന്ന് അറിയാവോ? എൻ്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണം. അത്ഭുതത്തോടെ അലി റളിയല്ലാഹു അൻഹു ചോദിക്കും, ഉമാമയോ? ആരാ ഉമാമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ, രണ്ടാമത്തത് റുഖിയ, മൂന്നാമത്തത് ഉമ്മു കുൽസു, നാലാമത്തത് ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ ബീവി പറയാണ് പിയാപ്പിളിനോട്, ഞാൻ മരിച്ചാൽ എൻ്റെ മൂത്ത ഏട്ടത്തി സൈനബന്റെ മോള് ഉമാമനെ ആട്ടോ നിങ്ങൾ കെട്ടേണ്ടിയെന്ന്. ഫാത്തിമ ബീവി നിറക്കണ്ണുകളോടെ പറയും, അലി, ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ ഇൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകരുത്, നിങ്ങൾ ഇൻ്റെ കുടുംബത്തിൽ വേണം അലി. അത്രക്ക് നല്ലൊരു മനുഷ്യനാ അലി നിങ്ങൾ. കുടുംബം ചേർക്കുന്നതിൽ, മക്കളെ സ്നേഹിക്കുന്നതിൽ, ഭാര്യയെ ബഹുമാനിക്കുന്നതിൽ, കുടുംബങ്ങൾ ചേർത്ത് കൊണ്ടുപോകുന്നതിൽ നിങ്ങളൊരു നല്ല മനുഷ്യനാലി. നിങ്ങളെങ്ങാനും എൻ്റെ മരണശേഷം വേറെ വീട്ടിൽ പോയി കല്യാണം കഴിച്ചാൽ നിങ്ങൾ അങ്ങോട്ടായി പോവും. അതുണ്ടാവരുതല്ലേ, നിങ്ങൾ ഇൻ്റെ കുടുംബത്തിൽ തന്നെ വേണം. പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ ബീവി വഫാത്താവും. മാസങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത് ഇതേ ഉമാമനെ തന്നെയാണ്, ഇതേ ഉമാമനെ. ഞാനിതെന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതിലിപ്പം മാതാപിതാക്കളാണല്ലോ കൂടുതലുള്ളത്, വാപ്പയും മെയ്യൊക്കെ. നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പുരേ ചെന്നിട്ട് ഒന്നെങ്കിലും മൂപ്പര മടിയിൽ നിങ്ങളെ മടിയിൽ മൂപ്പരോ തലവെച്ച് കിടക്കുക. എന്നിട്ട് ചോദിക്കല്ലേ, ഞാൻ മരിച്ചാൽ നിങ്ങളിപ്പം വേറെ കെട്ടുമോ? പറയാനുള്ള ബേജാറുകൊണ്ട് ചിലപ്പോൾ എന്നൊക്കെ പറയും. എന്നാലും പിന്നെ പറയുന്ന എന്തായിരിക്കും, നമ്മൾ ഞാൻ മരിച്ചപ്പം നിങ്ങൾക്ക് കെട്ടാണ്ടിരിക്കാനൊന്നും പറ്റണ്ടാകുകയില്ല, നിങ്ങൾ കെട്ടിക്കോളി, പക്ഷെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കെട്ടണ്ട കേട്ടോ. നിങ്ങളെ ഞാൻ സഹിച്ചതോ സഹിച്ച് നിങ്ങൾ വേറെ എവിടെയും പോയി കെട്ടിക്കോളി. ഇനി അഥവാ നിങ്ങളെ ബേജാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൂപ്പര് സമ്മതിച്ച് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് കെട്ടാന്നൊക്കെ. പക്ഷെ ഉള്ളിൽ എന്തായിക്കും അറിയാവോ, ഇനിയോ ഇപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയോ സുബ്ഹാനല്ലാഹ് എങ്ങനെയോ കൊണ്ടടക്കുക എന്ന് ചിന്തിക്കുന്നതാണ് ഒരു മനുഷ്യനെങ്കിൽ. ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ ജെൻഡിൽ അവൻ സ്വയം വ്യക്തിത്വം പ്രകടിപ്പിക്കേണ്ടത് അവൻ്റെ കുടുംബത്തിലാണ് അവൻ അസറ്റ്, കുടുംബത്തിലാണ് അവൻ്റെ തീരുമാനത്തിൻ്റെ വില. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട്, രക്ഷിതാക്കളോട്, ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നത് പോലും ഒരു ദീനിൻ്റെ വെളിച്ചമായിട്ടാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരികതയ്ക്കും മുൻപിൽ ഈ പ്രദേശത്തുള്ള നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് വെളിച്ചമെത്തുന്ന ഈ വിർച്യു സ്ഥാപനം, അതിന് ഇനിയും ആളുകളിലേക്ക് എത്താനും മക്കളിലൂടെ വളരാനും ആ വളരുന്ന തലമുറ ഈ സമൂഹത്തിന് ഉപകാരപ്പെടാനും നിങ്ങളുടെ പരിശ്രമവും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. അങ്ങനെയാവുന്ന നല്ലൊരു വളർച്ചയിലേക്ക് എത്താൻ അള്ളാഹു ഈ സ്ഥാപനത്തിനും ഇതിൽ നിന്നും പഠിച്ചു വളരുന്ന മക്കൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാദാ
മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബേ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ആദരിക്കപ്പെടുന്ന രക്ഷിതാക്കളാവാൻ എന്ത് മാറ്റമാണോ റബ്ബെ ഞങ്ങളെ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്, ആ മാറ്റത്തിന് മനസ്സുകൊണ്ട് എല്ലാ തഖ്വയും സൂക്ഷ്മതയുമുള്ള ആളുകളായി മാറാൻ ഞങ്ങൾ ഓരോരുത്തർക്കും, ഭാര്യാഭർത്താക്കന്മാർക്കും മക്കൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ദഅവത്ത് നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും നിങ്ങൾ എന്നെ കൂടെ കൂട്ടണമേ എന്നൊരു വസീയത്തോടെ വാക്കുകൾ എവിടെയെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത്. ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ചില വാക്കുകൾ ഞാൻ തുറന്നു പ്രയോഗിച്ചത്. പൊരുത്തപ്പെടുക. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.